ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. നാളെ ഡേ 3. നാളെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ വേണോ? ഇപ്പൊ ഇന്ന് നമ്മൾ ഗ്രാമർ കംപ്ലീറ്റ് ചെയ്യും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാം. വേറെ എന്തെങ്കിലും വേണോ? എനിവൺ ഇഷ്ടമുള്ളത് പറഞ്ഞോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് എനിക്ക് ക്ലാസ്സിൽ എടുക്കാൻ പറ്റുക. ഇതല്ലാണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണം? ഓക്കെ, റീഡിങ് ഡെഫിനറ്റ്ലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. സർ നവമിനെ വിളിച്ചേ. യെസ് നവമി, വേറെ എന്താണ് നവമി വേണ്ടത്? ഏത് ചാപ്റ്റർ ആണ്? ജൂലിയസ് സീസർ നമുക്ക് പഠിക്കാനുണ്ടോ? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ പഠിക്കാനുള്ള ഗ്രാമർ ഡിപ്പാർട്ട്മെന്റ് ജൂലിയസ് സീസർ. CBSE ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഒരു ഇതേത് ടെക്സ്റ്റ് ആണ്? ടെക്സ്റ്റ് ഇതല്ല. ഇല്ല ഇല്ല, ഗ്രാമർ ഇവിടെ പഠിക്കാനുള്ള ടെക്സ്റ്റിന്റെ പേര് ഞാൻ പറയാം. ഒരു സപ്ലിമെന്ററി ടെക്സ്റ്റ് ഉണ്ട്, ഒരു മെയിൻ ടെക്സ്റ്റ് ഉണ്ട്. മെയിൻ ടെക്സ്റ്റിന്റെ പേരും സപ്ലിമെന്റ് ടെക്സ്റ്റിന്റെ പേര് സ്നാപ്ഷോട്ട് അങ്ങനെ എന്തോ അല്ലേ? സ്നാപ്ഷോട്ട് ആണ് ഒരു ടെക്സ്റ്റിന്റെ പേര്. ഒരു ടെക്സ്റ്റിന്റെ പേരാണ് ഫുട് പ്രിന്റ്സ് ആണോ? അല്ല, ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്റെ ദൈവമേ, ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് അതുണ്ടോ നവമിക്ക് പഠിക്കാൻ? മറ്റേ തലകറങ്ങി വീണ പോലെ കാണിക്കാൻ. എന്റെ ദൈവമേ, ചോദിച്ചത് അബദ്ധമായല്ലോ. ജൂലിയസ് സീസർ നവമി ഒന്ന് ടീച്ചറിന് പറഞ്ഞു കൊടുക്കോ? ഒന്ന് മെന്ററിന് ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഇവിടെ കൂടുതലും കുട്ടികൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്താണ്? ഫസ്റ്റ് ഫ്ലൈറ്റും ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഗ്രാമർ പോർഷൻസും അതുപോലെ തന്നെ ലിറ്ററേച്ചർ പോർഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷെ ലിറ്റററി പോർഷൻസ്, അതായത് നമ്മുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഡയറി അതൊക്കെ സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ ആണോ നവമി? ചാപ്റ്റർ വൈസ് എക്സ്പ്ലെയിൻ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് അപ്പുറത്ത് ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് തരണം. അത് ഓക്കെ ആണ്, അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ചാപ്റ്റർ നിങ്ങൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് യൂട്യൂബിൽ പ്രൊവൈഡഡ് ആണ്. സോ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ വേണമെങ്കിൽ യു കൻ ആക്ച്വലി ഗോ ത്രൂ ദോസ് വീഡിയോസ്. അല്ലാണ്ട് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യില്ല. ബിക്കോസ് മറ്റു കുട്ടികൾക്ക് അത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ പേര് വെറുതെ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് ഒരു ആർഗ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറേ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ അവർ ദേ ആർ ഗുഡ് ഇൻ ദോസ് ചാപ്റ്റേഴ്സ്. പക്ഷെ എപ്പോഴും നമ്മൾ എല്ലാവർക്കും ഈക്വലന്റ് ആയിട്ട് അവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ കമന്റ് ബോക്സിൽ സാറ് പറഞ്ഞു ചാപ്റ്റേഴ്സ് വേണം എന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല ആണെങ്കിൽ നിങ്ങൾക്കത് മെന്റേഴ്സിന് മെസ്സേജ് അയക്കാം. ബാക്കി ഞാൻ നിങ്ങൾക്ക് ആൻസേഴ്സ് പറഞ്ഞു തരാം. അത് നിങ്ങൾ മെന്റേഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. എന്നാണ് ഇംഗ്ലീഷിന്റെ എക്സാം? ഒരാളെ വിളിച്ചത് സർ? ശ്രീഭദ്ര. എന്നാണ് ശ്രീഭദ്ര ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത്? 21st ഇംഗ്ലീഷിന്റെ എക്സാം അല്ലേ? 21st അല്ലേ ഇംഗ്ലീഷിന്റെ എക്സാം? ഞാൻ വിചാരിച്ചിനി അറിയാണ്ടാണോ ഇങ്ങനെ പറയണേന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 21st എന്ന് പറയുമ്പോൾ തേഴ്സ്ഡേ വരെയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഫ്രൈഡേ നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഉണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, ആൻഡ് ദെൻ സാറ്റർഡേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതാം. പോസ്റ്റ് ഓൺ ഇനി ചാപ്റ്റർ അങ്ങനെ ഐഡന്റിഫൈ. ഓക്കെ, സോ ഇനി നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ നിർത്താം. നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിസൺ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ,
ഇനി ബാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രൈഡേ ഞാൻ ഫുൾ അവൈലബിൾ ആയിരിക്കും. മെന്റേഴ്സ് നിങ്ങൾ അയക്കുക, കറക്റ്റായിട്ട് മെന്റേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസസ് വെച്ചിട്ടാണ്. ഓക്കെ, ഐ നോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഒന്നും കൂടെ, ഹിബ പറഞ്ഞു എനിക്ക് മതിയായി അത് പഠിച്ചല്ലേ ഹിബ, സത്യം പറ അല്ലേ? ഓക്കെ, സോ ടെൻസസ് ഒന്നുകൂടെ നമുക്ക് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടെൻസ് വേണ്ട, നമുക്ക് സബ്ജക്റ്റ് വെർബ് നോക്കാം. ഓക്കെ, സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ഓക്കെ, അപ്പോ എന്റെ ഓക്കെ സാർ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? ഉണ്ട്, ഓക്കെ ഡൺ. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേട്ടാ, a subject and its verb must be either singular or both plural. That is, a singular subject takes a singular verb while a plural subject takes a plural verb. അപ്പോൾ ഞാൻ ഈ പ്ലൂറൽ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ടെൻസ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ ടെൻസ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ആദ്യം എടുക്കാം. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ടാൾക്കാർ, അതായത് സബ്ജക്റ്റും വെർബും, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അതിലത്തെ സബ്ജക്റ്റും അവിടെ വാലിഡ് ആയിരിക്കണം, വെർബും വാലിഡ് ആയിട്ടുണ്ടാവണം. പക്ഷേ ഇത് രണ്ടും എന്താണ്, പരസ്പരം അഗ്രി ചെയ്യുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വേണം നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ യൂഷ്വലി പറയും ഷീ ഡാഷ് എ പെൻ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വെർബാണ് ടേക്ക്. എന്താണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്? ഷീ ഡാഷ് എ പെൻ. എന്തെഴുതും നിങ്ങൾ? യെസ്, ഒരാളെ വിളിച്ച സർ ഷീ ഡാഷ് എ പെൻ, എന്തായിരിക്കും പറയാം? ഗോവിന്ദ്. യെസ്, ഗോവിന്ദ്. അതായത് പ്രസന്റ്ലി നടക്കുന്ന കാര്യമാണ്. അവളൊരു പേന എടുത്തു. അപ്പൊ എങ്ങനെ നമ്മളത് എഴുതുമ്പോ എങ്ങനെ എഴുതും ഗോവിന്ദ് എന്ന് പറഞ്ഞേ? യെസ്, വെരി ഗുഡ്. ഷീ ടേക്സ് എ പെൻ. അപ്പൊ ഇവിടെ എന്താണ്, ഷീ എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ്, അടുത്തുള്ള വിളിച്ച സർ. യെസ്, നവൽ. ഷീ എന്ന് പറയുന്ന പ്രോനൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നവലെ? സിംഗുലർ ആണ്. സോ എപ്പോഴും സിംഗുലർ വെർബിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് അല്ലെങ്കിൽ സിംഗുലർ വേർഡുകൾ അല്ലെങ്കിൽ സിംഗുലർ നൗണുകൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് എക്സ്ട്രാ ആഡ് ചെയ്യും. സോ അവിടെ എന്താണ്, സിംഗുലർ ആണെങ്കിൽ എന്താണ്, നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. സോ അതാണ് സിംഗുലർ വെർബിന്, സിംഗുലർ നൗണിന് എപ്പോഴും നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കും എടുക്കുക. ഇവിടെ നൗൺ എന്നല്ല, ഇവിടെ നമ്മൾ നൗണിന് എന്താണ് സബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. സബ്ജക്റ്റും നൗണൊക്കെ എല്ലാനും സെയിം തന്നെയാണ്. ഓക്കെ, സബ്ജക്റ്റും നൗണും എല്ലാനും സെയിം തന്നെയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ രണ്ട് തമ്പ് സ്ക്രീനിൽ കാണിച്ചേ. ഫസ്റ്റ് ഇത് ബേസിക് ഐഡിയ ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഡാഷ് ഫുട്ബോൾ. ഇതും സിമ്പിൾ പ്രസന്റിൽ എഴുതിയിരിക്കുന്നത് ഒരു കാര്യമാണ്. ബ്രാക്കറ്റിൽ പ്ലേ എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്. അപ്പോ നമ്മൾ എടുത്തെഴുതുമ്പോൾ എന്തായിരിക്കും ആൻസർ വരാ? യെസ്, അടുത്തുള്ള വിളിച്ചത് ആവണി. ആവണി പറഞ്ഞോളൂ, എന്തായിരിക്കും ആവണി ഇതിന്റെ ആൻസർ വരാ? they are playing football. അത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ എന്ത് വരും? ദേ ഡാഷ് ഫുട്ബോൾ. അവര് ഫുട്ബോൾ കളിച്ചു, കളിക്കുകയായിരുന്നോ കളിച്ചു കഴിഞ്ഞു എന്നൊന്നല്ല സ്റ്റേറ്റ്മെന്റ്. അവർ ഫുട്ബോൾ കളിച്ചു. അപ്പൊ നമ്മൾ എന്ത് പറയും? അടുത്ത വിളിച്ചോളൂ സർ. ശ്രീഹരി. യെസ്, ശ്രീഹരി പറഞ്ഞോളൂ, എന്ത് പറയണം ശ്രീഹരി അവിടെ? അപ്പൊ നമ്മള് യെസ്, കറക്റ്റ് ആണ്. ദേ പ്ലേ ഫുട്ബോൾ. അപ്പൊ നമ്മളിവിടെ എന്താണ്, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് ചേർത്തത്. ദേ എന്നാണ്, ഒന്നിലധികമാണ്. ദേ എന്ന് പറയുമ്പോൾ ഒരാളാണോ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അടുത്തുള്ള വിളിച്ച സർ ലിത. ലിത, ദേ എന്ന് പറയുന്ന സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ലിത പ്ലൂറൽ ആണ്. സോ പ്ലൂറൽ എന്നുള്ളൊരു വാക്ക് അവിടെ, പ്ലൂറൽ എന്നുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഉറപ്പിച്ചോ
നമ്മൾ അവിടെ എസ് അല്ലെങ്കിൽ ഇ എസ് എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണോ ഉള്ളത് നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ എന്ന് കാണിച്ചേ. പറഞ്ഞ അത്രയും കാര്യം ക്ലിയർ ആണെങ്കിലും കാണിച്ചേ. സോ ഇതാണ് ബേസിക്കലി സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതുപോലെ തന്നെ പ്രോനൗണും വെർബും അഗ്രിമെന്റ് വരുന്നുണ്ട്. ഓക്കെ, പ്രോനൗൺ വെർബ് അഗ്രിമെന്റ്. ഇപ്പൊ നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ നൗൺ വെർബ് അഗ്രിമെന്റ് പഠിക്കും. അതിന്റെ BOT നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രോനൗൺ വെർബ് അഗ്രിമെന്റ്. ഇത് നമ്മൾ എഴുതുന്ന, അതായത് നമ്മൾ എഴുത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ എഴുതുന്ന കാര്യത്തിന് കുറച്ചും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ഉണ്ട്, അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് ഇതെല്ലാനും. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, when a pronoun is used, it must be of the same number, gender and person as the noun for which it stands. ഇപ്പൊ ഞാൻ പറയാണ് രവി ആൻഡ് രാം. ഇവരെ രണ്ടുപേരെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ എന്തായിരിക്കും? ഒരാളെ വിളിച്ചത് സന. രവിനെയും രാമിനെയും ഒരുമിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോനൗൺ എന്തായിരിക്കും? അതായത് രവിനെയും രാമിനെയും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു പ്രോനൗൺ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോനൗൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? them, they, yes, they നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രാമിനെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ, അടുത്തുള്ള വിളിച്ച സർ, രാമിനെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവന്തിക. എന്ത് ചെയ്യും അവന്തിക രാമിനെ മാത്രമാണെങ്കിൽ? he എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ പ്രോനൗൺ വെർബ് അഗ്രിമെന്റ് വളരെ സിമ്പിൾ ആണ്. ഏത് നൗണിന് വേണ്ടിയാണോ നമ്മൾ ഒരു പ്രോനൗൺ യൂസ് ചെയ്യുന്നത്, ആ നൗണിന്റെ നമ്പറിനനുസരിച്ചുള്ള പ്രോനൗൺ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഇപ്പോ രവി ആൻഡ് രാം എന്ന് പറയുമ്പോൾ ഹി ആൻഡ് ഹി എന്ന് എഴുതിയാൽ ദാറ്റ് ഇസ് റോങ്. അവർക്ക് രണ്ടുപേർക്കും പറ്റിയ ഒരു കാര്യം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. നോക്കിയേ, the jury were divided in their opinions when plural, in their opinions. Okay, അപ്പൊ എന്താണ് ഇവിടെ ഒരാളുടെ അല്ല, ജൂറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് ഓർത്ത് നോക്കിയേ, ജൂറി എന്താണ്? വാട്ട് ഇസ് ജൂറി? യെസ്, അടുത്തുള്ള പാനൽ ഓഫ് ജൂറീസ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താണ് ജൂറീസ് എന്ന് പറയുമ്പോൾ? ഒരു ജഡ്ജ് ആണോ അതോ കുറെ ആൾക്കാരുണ്ടോ അതില്? യെസ്, വിളിച്ചോളൂ സർ. ഫാത്തിമ, ഒരാളാണോ കുറെ ആൾക്കാരുണ്ടോ ഫാത്തിമ അവിടെ ഒരു ജൂറി എന്ന് പറയുമ്പോ? അപ്പോ അവ രണ്ടാളെന്നല്ലേ? ആ രണ്ടും പോരാ അല്ലെ? ഇപ്പൊ നമ്മള് ഒരു വലിയ മോർ ദാൻ വൺ ഉണ്ടാകും. ഓക്കെ, ജൂറി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ജൂറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോ ഒരു വലിയ ഡിസിഷൻ പാർലമെന്റിൽ എടുക്കാനാണെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ഇരുന്നിട്ടായിരിക്കും അതിനുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ജൂറി എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിന്റെ ആ ഒരു പാനലിനെയാണ് നമ്മൾ ജൂറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. ജൂറി എന്ന് പറയുന്ന ഒരൊറ്റ ജഡ്ജസിന്റെ പാനൽ എന്ത് ചെയ്തു? അവരുടെ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കറിയാം ഒരു ജൂറി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിലധികം അല്ല കുറെ അധികം ആൾക്കാരുണ്ടല്ലോ ഒരു ജൂറി എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ വെർബില് ചേഞ്ചസ് കൊണ്ടുവരണം. ഓക്കെ, ജൂറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോർ ദാൻ വൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒപ്പീനിയൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്ത് പറയണം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയേ, രാമ ആൻഡ് ഹരി വർക്ക് ഹാർഡ്. Their teachers praised them. Okay, their teachers praised them. Okay, അപ്പൊ ഇവിടെയും എന്താണ്? പ്രൈസ്. രാമ ആൻഡ് ഹരി രണ്ടുപേരെയും പറ്റി നമ്മൾ ഒരുമിച്ച് പറയാണ്. അപ്പൊ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ്, ഒരാളെ വിളിച്ചേ സർ. നേഹ, അപ്പൊ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നേഹ, പ്ലൂറൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെർബിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്തില്ല. വെർബ് എങ്ങനെയാണുള്ളത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. നമ്മൾ എന്ത് എഴുതി? പ്രൈസ് എന്ന് എഴുതി. when two singular nouns are combined they are joined by and. പക്ഷെ ആ രണ്ട് സിംഗുലർ നൗൺസ് എന്തായി മാറുന്നു? പ്ലൂറൽ ആയിട്ട് മാറുന്നു. ബേസിക് ഐഡിയാസ് ആണ്, ഭയങ്കരമായിട്ട് തല പോയിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, ഇനി അടുത്തത് നൗൺ ആൻഡ് വെർബ് അഗ്രിമെന്റ്. ഓക്കെ, when a verb is used it must agree with its subject in number and person. ഓക്കെ, ഒരു വെർബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ when a verb is used, okay, it must agree with the subject in the number and person. ഒന്നുമില്ല, സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നോക്കിക്കേ, the quality of the mangoes were not good. The quality of the mangoes was not good. Okay,
ഇവിടെ കുറേ മാങ്ങകളെ പറ്റി പറയാണ്. ഓക്കെ, ഈ മാങ്ങകളുടെ ക്വാളിറ്റി അത്ര നല്ലതല്ല. അപ്പൊ അവിടെ ഓരോ മാങ്ങയുടെ ക്വാളിറ്റിനെ നമ്മൾ എടുത്ത് പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവര് കുറേ മാങ്ങകൾ വെച്ചേക്കാണ്. ഓക്കെ, കുറേ മാങ്ങകൾ വെച്ചതിനൊക്കെ ചീത്തയിരിക്കുകയാണ്. ഞാൻ പറയണ ഈ മാങ്ങകളുടെ ക്വാളിറ്റി നല്ലതല്ല. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അത് ഓരോ മാങ്ങയുടെ ക്വാളിറ്റിനെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഏതൊരാളെ വിളിച്ചത്? വിളിച്ചോളൂ. ആൽവിൻ. ആൽവിനെ നീ ഒന്ന് ഓർത്ത് നോക്കി, നീ ഒരു കടയിൽ പോകുമ്പോൾ ഫുള്ള് ചീത്തയായിരിക്കുന്ന മാങ്ങ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടായിരിക്കും പറയുന്നത് ഈ മാങ്ങ ചീത്ത, ലെഫ്റ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന മാങ്ങ ചീത്തയല്ല. നമ്മൾ ഓരോ മാങ്ങയുടെ ക്വാളിറ്റി അവിടെ എൻഷുർ ചെയ്യുക, അതോ കംപ്ലീറ്റ്ലി മാങ്ങയുടെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ നോക്കാം? അത് നമ്മൾ ക്വാളിറ്റി. എടാ, ഇതൊരു ബഞ്ച് ഓഫ് മാംഗോസ് ഇട്ടേക്കാണ്, പക്ഷെ കണ്ടപ്പോൾ നിനക്കൊരു ലുക്ക് തോന്നണില്ല. അപ്പൊ നീ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കൂ, ഒരു ഓൾറൗണ്ട് നോക്കൂ. ഓരോ മാങ്ങനെ 1 by 1 നിങ്ങൾ ഇങ്ങനെ നോക്കൂ, ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി നോക്കും അല്ലെ? നമ്മൾ കോമൺ ആയിട്ട് നോക്കും. അപ്പൊ നോക്കി, ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോസ് വാസ് നോട്ട് ഗുഡ് എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ അവിടെ മാംഗോസ്, ഒരു കൂട്ടം മാംഗോസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വേറെ യൂസ് ചെയ്യില്ല. ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇതായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം ഇത് എടുത്തിട്ട് നമുക്ക് ടെൻസസിലോട്ട് പോവാം. ഇത്രയും ഉള്ളൂ. മാംഗോന്റെ ക്വാളിറ്റീസ് നല്ലതായിരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ വാസ് ആണ് ചേർക്കേണ്ടത്, വേറിന് പകരം. ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോസ് വാസ് നോട്ട് ഗുഡ്. വേർ നോട്ട് ഗുഡ് എന്ന് പറയൂല, നമ്മൾ വാസ് നോട്ട് ഗുഡ്. ബിക്കോസ് അവിടെ നമ്മൾ ക്വാളിറ്റിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, മാംഗോനെ നമ്മൾ കൺസിഡർ ചെയ്യണേ ഇല്ല. നമ്മൾ അവിടെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ ക്വാളിറ്റീസ് ഓഫ് ദ മാംഗോസ് വേർ നോട്ട് ഗുഡ് എന്ന് പറയാം. ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോ വാസ് നോട്ട് ഗുഡ് എന്നേ നമ്മൾ പറയുള്ളൂ. അവിടെ നമ്മൾ ഒറ്റ ക്വാളിറ്റി മാത്രം അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാസ് ചേർക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, സിൻസ് ദ സിംഗുലർ നൗൺ ക്വാളിറ്റി, സിംഗുലർ നൗൺ ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, is used, therefore singular verb was will be used. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സെന്റൻസ് വരും, ഉറപ്പാണ് ഈ സെന്റൻസ് വരും. അതായത് ഇങ്ങനത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെന്റൻസ് തന്നിട്ട് അവർ പറയും എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റീറൈറ്റ് ദ സെന്റൻസ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഇവിടെ ഞാൻ എഴുതാം, ദ ഗ്രൂപ്പ് വേർ നോട്ട് ആക്റ്റീവ് എന്നാണോ, അതോ ദ ഗ്രൂപ്പ് വാസ് നോട്ട് ആക്റ്റീവ്? ഏതാണ് കറക്റ്റ്? ഒന്നാമത്തെ ആണോ കറക്റ്റ്, രണ്ടാമത്തെ ആണോ കറക്റ്റ്? ഒന്നാമത്തെ ആണോ കറക്റ്റ്, രണ്ടാമത്തെ ആണോ കറക്റ്റ്? ശ്രദ്ധിച്ച് വായിക്കണോട്ടോ നിങ്ങൾ. നമ്മൾ വിചാരിക്കോ ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ ആണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ആൻസർ ചെയ്യും. പക്ഷെ പിന്നീടായിരുന്നു നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ അയ്യോ രണ്ടാമത്തെ ആണോ അല്ലെങ്കിൽ ഒന്നാമത്തെ ആണോ ആൻസർ നമുക്ക് തോന്നിപ്പോവാം. ഒന്നാമത്തെ ആണ് ആൻസർ എങ്കിലും ഒന്ന് രാജ കാണിച്ചേ. ഒന്നാമത്തെ ആൻസർ ആണ് കറക്റ്റ് എങ്കിലും ഒന്ന് രാജ കാണിച്ചേ. ഒന്നാമത്തത് ടാറ്റ ഇല്ല. സർ അല്ലനെ വിളിച്ചേ സർ. ഇപ്പൊ മെസ്സേജ് അയച്ച അല്ല എന്നാണെന്ന് തോന്നുന്നു. ചെറിയ പേരായിരുന്നു. ഇപ്പൊ മെസ്സേജ് അയച്ചോളൂ. സോറി, അലൻ കേക്കണ്ട. യെസ്, അലൻ. അടിപൊളി. ഓക്കെ, അലൻ എന്തുകൊണ്ടാണ് ഒന്നാണ് ഓക്കെ എന്ന് പറയാൻ കാരണം? വാട്ട് ഇസ് ദ റീസൺ? അപ്പൊ ദ ഗ്രൂപ്പ് വാസ് നോട്ട് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അതിനകത്തൊരു വെർബിന്റെ ചേഞ്ച് വരുന്നുണ്ട്. ആ വാസും വേറും തമ്മിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. എന്താണ് ആ മിസ്റ്റേക്ക്? യെസ് സർ, നാലാമത്തെ ആളെ വിളിച്ച സർ മോള് കാണുന്നത്. യെസ്, ഈഥൻ. യെസ്, ഈഥൻ എന്ന് പറഞ്ഞേ. എന്താണ് അവിടെ തെറ്റ് വരാൻ കാരണം? എന്താണ്? യെസ്, വെരി ഗുഡ്. അത് മൊത്തത്തിൽ ആ ഗ്രൂപ്പിനെയാണ് റെപ്രസെന്റ്. നമ്മൾ വിചാരിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ കുറെ പേരുണ്ട്. നമ്മൾ ഫസ്റ്റ് തിങ്കിങ് നമ്മുടെ പോണത് ഗ്രൂപ്പിൽ കുറെ പേരുണ്ട്, അപ്പോൾ അത് പ്ലൂരൽ ആണ്, അതുകൊണ്ട് നമ്മൾ അവിടെ വേറെ ചേർക്കാം. നമുക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ വരാം. പക്ഷെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഓക്കെ, ദ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാം.
അപ്പോൾ ഫ്ലോക്ക് എന്ന് പറയുന്ന എന്താണ്? അതൊരു ഗ്രൂപ്പാണ്. ആ ബേർഡ്സിന്റെ ഗ്രൂപ്പിന് ദ സ്കൂൾ ഓഫ് ഫിഷ്. അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ എന്താണ്? അത് ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അവിടെ ഒന്നിൽ കൂടുതൽ മീൻ ഉണ്ട്, അതിൽ ഒന്നിൽ കൂടുതൽ ബേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും വേറെ എഴുതാൻ പോകരുത്, അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർബുകൾ ആഡ് ചെയ്യരുത്. ദാറ്റ് വിൽ ബി റോങ്. ഓക്കെ, എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള നൗണിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിംഗിൾ എൻറ്റിറ്റി ആണ്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ മാറി, അഗ്രീഡ്. പക്ഷെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ 10 പേര് അല്ലെങ്കിൽ ആ ഒരു 2-3 പേര് അടങ്ങുന്ന ആ ഒരൊറ്റ ബാച്ചിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും എക്സാമിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഓപ്ഷൻസിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഇതും കൊള്ളാം ഇല്ലേ. ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും വായിക്കും, ഏറ്റവും അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഓപ്ഷൻസ് ഞാൻ ടിക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലെറ്റർ അടിച്ച്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മിത്ര എന്തിനാ സീരിയസ് ആയിട്ട് പറയണം അങ്ങനെയൊക്കെ? ചിരിക്കില്ല മിത്ര VS. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, എൻ്റെ പണ്ടത്തെ സ്ഥിരം പരിപാടിയായിരുന്നു. നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓരോ വേർഡുകൾ ഇട്ട് നോക്കും, ഓരോ സെന്റൻസിനും ഓരോ വേർഡുകൾ ഇട്ട് നോക്കും. അപ്പൊ നമ്മൾ വാസ് ആണോ അണ്ടർ സെന്റൻസ് വായിച്ചു നോക്കും. ഓ ലുക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വെർബ് ഇട്ട് നോക്കും. അപ്പൊ ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്ന അങ്ങനെയാണ്. പക്ഷെ അത് വേസ്റ്റ് ഓഫ് ടൈം ആണ് ശരിക്കും. നമ്മൾ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. സോ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് രണ്ടും കറക്റ്റ് ആയിട്ട് തോന്നും. അത് അങ്ങനെ തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ വീഴരുത്. ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ ആളെയാണ് അവിടെ ശരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ 2 തമ്പ് സ്ക്രീനിൽ കാണിച്ചു. ബിക്കോസ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഗ്രൂപ്പിനെ തന്നെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ മോഡലിൽ വന്നിട്ട് എൻ്റെ അനിയത്തിയെ തെറ്റിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം. ഇനി നമുക്ക് അടുത്ത് നോക്കാം, BOT ഫോർമുല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബോഡി, വൺ, തിങ്ക്. ഓക്കെ, ഒന്നുമില്ല, ഇത്രയും ഉള്ളൂ. എവ്രിബഡി, സംബഡി, നോബഡി എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എവ്രിബഡി ഉണ്ട്, നോബഡി, എനിത്തിങ്, എനിവൺ, എനിത്തിങ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ എവ്രിബഡി, നോബഡി, അതായത് ലാസ്റ്റ്, അതായത് സഫിക്സസ്. ഓക്കെ, സഫിക്സസ് ബോഡി, തിങ്ക് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മളുടെ സെന്റൻസ് ഫോർമേഷൻ എങ്ങനെയായിരിക്കും? എവ്രിബഡി കഴിഞ്ഞിട്ട് എപ്പോഴും സിംഗുലർ വെർബേ വരുള്ളൂ. ഓക്കെ, എവ്രിബഡി കഴിഞ്ഞിട്ട് സിംഗുലർ വെർബേ വരുള്ളൂ. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വെറുതെ. ഈസ്. ഓക്കെ, എവ്രിബഡി ഈസ്, നോബഡി ഈസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, വൺ ഓഫ് കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറൽ നൗൺസേ വരുള്ളൂ. നോക്കിയേ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് നോട്ട് വില്ലിംഗ് ടു വാച്ച് ദ മൂവി ഐ ഹാഡ് ബുക്ക്ഡ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല, വൺ ഓഫ് മൈ ടീച്ചേഴ്സ് എന്നേ പറയുള്ളൂ. അതായത് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അതിൽ നിന്ന് ഒരാള്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാൻ പറയും വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയോ, അതോ വൺ ഓഫ് മൈ സ്റ്റുഡന്റ് എന്ന് പറയൂ? യെസ്, ഒരാളെ വിളിച്ചത് ആരോൺ. വൺ ഓഫ് മൈ, അപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, വൺ ഓഫ് മൈ. യെസ്, ആരോണെ. ഇപ്പൊ ഞാൻ പറയാണ് വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയോ, വൺ ഓഫ് മൈ ടീച്ചർ, വൺ ഓഫ് മൈ സ്റ്റുഡന്റ് എന്ന് പറയോ? ചോദ്യം ഇത്രേ ഉള്ളൂ, വൺ ഓഫ് മൈ സ്റ്റുഡന്റ് എന്ന് ഞാൻ പറയോ, അതോ വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയോ? ഏതാണ് കറക്റ്റ്? വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എപ്പോഴും നമ്മൾ വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്നേ പറയുള്ളൂ. ഓക്കെ, എന്താണ് ഫസ്റ്റ് യൂസ് ചെയ്യാത്തതാണോ നിന്റെ ചോദ്യം? പറഞ്ഞ സെക്കൻഡ് ആണോ? സർ സ്റ്റുഡന്റ് എന്നാണോ കേട്ടത്? ഞാൻ സ്റ്റുഡന്റ് എന്നാണ് കേട്ടത്, സോറി. ഓക്കെ ആരോൺ, അപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം എൻ്റെ സ്റ്റുഡൻസിൽ ഒരാള് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും അത് സിംഗുലർ നൗൺ ആയി മാറിയോ, അതോ പ്ലൂറൽ നൗൺ ആണോ? യെസ്, ഒരാളെ വിളിച്ചത് നിഷിദിന് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. നിഷിദ് എന്നോട് പറയും, ടീച്ചറെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് സിക്ക്. അപ്പൊ അവിടെ ഒരു ഫ്രണ്ടിനെ പറ്റിയാണോ പറയണത്, അതോ ആ കൂട്ടം ഫ്രണ്ട്സിനെ പറ്റിയാണോ നീ പറയണത്? യെസ്, ഒരു ഫ്രണ്ടിനെ പറ്റിയാണ് നീ പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വൺ ഓഫ് മൈ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺസ് ആണെങ്കിൽ
അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള നൗണുകളാണെങ്കിൽ അവിടെ എന്താണ് സിംഗുലർ. ശരിക്കും അതങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ഓ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കൂട്ടത്തിനെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അല്ല, വൺ ഓഫ് എന്ന് പറയുന്ന വാക്ക് അവിടെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരൊറ്റ ആളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ തമ്പ് കാണിച്ച് സ്ക്രീനിൽ? ഓക്കെ ആണ്, പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ തമ്പ് കാണിച്ച്? 2 തമ്പ് ഒന്ന് സ്ക്രീനിൽ കാണിച്ച് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ യെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നൗൺസ് ജോയിൻഡ് ബൈ ആൻഡ് വിൽ ഹാവ് എ പ്ലൂറൽ വെർബ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നോക്കേണ്ട കാര്യമില്ല. നോക്കിയേ, പ്രിയ ആൻഡ് ഹർ മദർ. പ്രിയ ആൻഡ് ഹർ മദർ, പ്രിയയും പ്രിയയുടെ അമ്മയും. യെസ്. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, പക്ഷെ വേണ്ട, ഞാനിത് ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ നാളെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് വരുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് റീഡിങ് കോംപ്രിഹെൻഷൻസ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. വിഷ്ണു എസ് നായർ, എനിക്ക് റീഡിങ് കോംപ്രിഹെൻഷൻസേ ചെയ്യിക്കണമെന്നുണ്ട്. ഓക്കെ സർ, കേൾക്കണ്ടോ ഞാൻ പറയണത്? അത് സൈഡിലോട്ടാണോ ശ്രദ്ധ? ഓക്കെ. അപ്പോൾ ഇത്രയും എനിക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ റീഡിങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കോ, എന്നിട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ഓക്കെ ആണല്ലോ തമ്പ് കാണിച്ച സ്ക്രീനിൽ? അത് ഓക്കെ ആണെങ്കിൽ സർ, അത് ഓക്കെ ആണോ? ഓക്കെ ആണോ തമ്പ് കാണിച്ച സ്ക്രീനിൽ? അത് ഓക്കെ ആണ്. അതായത് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ 5 to 6 ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ നിങ്ങൾ അത് എഴുതിയെടുക്കണം, അല്ലാണ്ട് there is no other way. നമുക്ക് അറ്റ് എ ടൈം 2 സ്ലൈഡ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത് ശരിയാവില്ല, അത് ഇവിടെ കറക്റ്റ് പ്രോപ്പർ വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഓക്കെ ആണല്ലോ തമ്പ് കാണിച്ച സ്ക്രീനിൽ? അങ്ങനെ ചെയ്യാം, അത് ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് 2-3 എത്ര എണ്ണം വേണം? എത്ര പ്രാക്ടീസ് വേണം റീഡിങ് കോംപ്രിഹെൻഷൻ? 2 എണ്ണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൂട്ടും. 5 എന്ന് പറയുന്നുണ്ട് സിയ. നമുക്ക് ഹാഫിസിനോട് ചോദിക്കാം. ഹാഫിസിനെ വിളിച്ചോ സർ? അത് തന്നെ, 3rd റോയില് 4ാമതിരിക്കുന്ന ആള്. ഹാഫിസേ, ഇതെന്താണിത്? ASMR? നിന്റെ മുഖം കാണില്ലല്ലോ കുട്ടാ. ഹാഫിസ്, എത്ര റീഡിങ് കോംപ്രിഹെൻഷൻസ് ചെയ്യണമെന്ന്? നീ പറഞ്ഞ എടുക്കുള്ളൂ. എനിക്ക് ഇവിടെ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4, 5 ആണ് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത്. 1 പറ്റില്ല. എത്ര എണ്ണം വേണം? 5 എടുക്കാനാ? ഈശ്വര, ഇത് എനിക്കിട്ട് പണി തരാണല്ലോ. 5 വേണ്ടടാ, നമുക്കൊരു 3 പോരെ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചെന്നായിരിക്കും ഇപ്പോൾ ഹാഫിസ് വിചാരിക്കണത് അല്ലേ? ബിക്കോസ് നിന്നെ കാണുന്നുണ്ടായിരുന്നില്ല, അതാ ചോദിക്കാനുള്ള മെയിൻ കാരണം. ഓക്കെ, യെസ്. നമുക്കൊരു 3 എടുക്കാം. ഓക്കെ, 3 നമുക്ക് ഇന്ന് ചെയ്യാം. അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് സമയം വെച്ച് ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ. അല്ലാണ്ട് തോന്നിയ പോലെ. നിങ്ങൾ എത്ര ടൈം എടുക്കാറുണ്ട് നോർമലി റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടി? യെസ്, ഒരാൾ വിളിച്ചത് സർ. യൂഷ്വലി എത്ര മിനിറ്റ് എടുക്കാറുണ്ട് നിങ്ങൾ? സിയ ലഞ്ച് എന്ന് പറഞ്ഞത്? യെസ്, ഇറ്റ്സ് ഓക്കെ. സിയ പറഞ്ഞോളൂ, എത്ര ടൈം എടുക്കാറുണ്ട് നോർമലി ഒരെണ്ണം ചെയ്യാനായിട്ട്? ടൈം കുറച്ചേ എടുക്കുള്ളൂ, പക്ഷെ ആൻസേഴ്സ് എല്ലാം ഈ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ടോൺ ഓഫ് ദ സ്പീക്കർ അങ്ങനത്തെ എല്ലാം ചോദിക്കുമ്പോൾ ഫുൾ തെറ്റിടും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് പോയിട്രി കോംപ്രിഹെൻഷൻ ഉണ്ടാവാറില്ലല്ലോ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടും റീഡിംഗ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ടോൺ ഓഫ് ദ സ്പീക്കർ അല്ലെങ്കിൽ അതിൽ ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ തുടക്കത്തിൽ ഭയങ്കര രീതിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് റൈറ്റർ പറയാൻ നമുക്ക് തോന്നും. ഒരു പോയിന്റ് നമുക്ക് തോന്നും ഇയാൾ എന്താ സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കണേ എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഭയങ്കര ദേഷ്യത്തിലാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണേന്ന്. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ടോണും നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. നിങ്ങളുടെ ഒരു ടോണിന് അവിടെ ഉണ്ടെങ്കിൽ അതിന് ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും സ്പെസിഫിക് ലൈൻസ് ഈ ഇതിലെടുത്തിട്ട് പാരഗ്രാഫിന് പറയും ഈ ലൈനിൽ ടോൺ ഓഫ് ദ സ്പീക്കർ എന്നാ ചോദിക്കും. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ ആൻസർ ഞാനിപ്പോ ഹാപ്പി ആണ് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആണ് പെസിമിസ്റ്റിക് ആണെന്നൊക്കെ എഴുതിയാലും മാം പറഞ്ഞ് സ്പെസിഫിക് വേർഡ്സ് ഉണ്ട്, ടോണിന് തന്നെ സ്പെസിഫിക് വേർഡ്സ് ഉണ്ട്, അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. പക്ഷെ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ബോർഡ് എക്സാമില് ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യും. ഇഫ് യു റിട്ടൺ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് വേർഡ്, ദേ വിൽ ഗിവ് മാർക്സ്. അവർ അത്ര ദുഷ്ടന്മാരല്ല. പറയുമ്പോൾ എക്സാം പേപ്പർ ഇടുന്നത് ഭയങ്കര ദുഷ്ടത്തരം കാണിച്ചിട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ചെക്കിംഗ് അവർ ലിബറൽ ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ വൺസ് ആൻസർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗിവ് മാർക്സ്. അത്ര പിശാചുക്കളല്ല അവർ.
ട്രസ്റ്റ് മീ. ഓക്കെ, ബിക്കോസ് അവർ മാർക്ക് തരും, തീർച്ചയായിട്ടും തരും. നമ്മൾ വെറുതെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനിയത്തി, ഷി വാസ് ഓൾസോ ഇൻ 10th, അപ്പോൾ ഇതുപോലെ സോഷ്യലിൽ അവൾക്ക് 100ൽ 99 ആയിരുന്നു മാർക്ക്. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, അത് നമ്മൾ പ്രാർത്ഥിക്കണോട്ടോ, നമ്മൾ എല്ലാ സമയത്തും അത് ആപ്ലിക്കബിൾ ആണെന്നില്ല. അവളിങ്ങനെ പറഞ്ഞു, മാപ്പിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 ആൻസേഴ്സ് എഴുതി വെച്ചു. ഓക്കെ, 2 ആൻസേഴ്സ് ഞാൻ എഴുതി വന്നപ്പോൾ തന്നെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റാണെന്ന്. ഷീ ഗീവ് മി ദ പേപ്പർ ആൻഡ് ഷീ ടോൾഡ് മീ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും തെറ്റാണ്. അപ്പോൾ ആ ഒരു മാർക്കാണ് പോയത്. അപ്പോൾ ആ മാപ്പിന്റെ മാർക്ക് അവർ കളഞ്ഞിട്ടില്ല. അതായത് അവിടെ ഓൾറെഡി മാപ്പിന്റെ മാർക്ക് അവൾ വെറുതെ മെൻഷൻ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ മാർക്ക് ടിക്ക് കൊടുത്തു അവൾക്ക്. 2 ഓപ്ഷൻസ് ഒക്കെ എഴുതിയാൽ ഫൈൻ വിത്ത് ഇറ്റ്, അവർ മാർക്ക് തരും ചില കേസുകളിൽ. ഓക്കെ, അപ്പോൾ അത് ഒട്ടും എഴുതാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ 2 ടോണുകൾ തോന്നുന്നുണ്ടെങ്കിൽ, രണ്ടും എക്സ്ട്രീം എൻസിൽ കിടക്കുന്ന ടോൺ ആണെങ്കിൽ നിങ്ങൾ 2 എണ്ണവും എഴുതിക്കോ. ഓക്കെ, ടീച്ചേഴ്സ് പറയും, ഡെഫിനറ്റ്ലി ടീച്ചേഴ്സ് പറയും നമ്മൾ പോയിന്റ് എഴുതണം, അപ്പോൾ അവർ മാർക്ക് തരും. പക്ഷെ ഒരു പോയിന്റ് വരെ ഇൻവിജിലേറ്റേഴ്സും ദേ വിൽ ബി ലിബറൽ. അവർക്കറിയാം നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ 2 എഴുതിയിരിക്കുന്നത്, ആൻഡ് അവർ ഉദ്ദേശിക്കുന്ന ആൻസർ അതിനകത്ത് ഉണ്ടെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു മാർക്സ്. സത്യമാണ് കേട്ടോ. ഓക്കെ, വിശ്വസിക്കണ്ടോ? ഇല്ലേ? ഓക്കെ, ട്രൈ ഇറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ടോണിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. അഭിജിത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തരാം, ഒക്കെ തരാം. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, മാക്സിമം നമുക്ക് ചെയ്യാം. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കിയിട്ട് ഇഫ് ദർ ഇസ് ടൈം നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാം. എറർ ആൻഡ് കറക്ഷൻസ് ഒക്കെ നമ്മൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് തന്നെ ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കണ്ട. എറർ ആൻഡ് കറക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റും നൗൺസിന് ആൻഡ് ചേർക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ് എറർ ആൻഡ് ഇതിൽ വരുന്നത്. സിയ ഫാത്തിമ, അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ സിയ? അനലിറ്റിക്കൽ പാരഗ്രാഫ് നമ്മൾ ഇന്നലെ എടുത്താണല്ലോ തമ്പ് കാണിച്ച സ്ക്രീനിൽ. അനലിറ്റിക്കൽ പാരഗ്രാഫിലെ എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഒരെണ്ണം എക്സസൈസ് ചെയ്തു, ഐ ഗസ്. യൂട്യൂബിൽ ഇന്നലത്തെ ക്ലാസ്സിന്റെ റിവിഷൻ വീഡിയോ ഉണ്ട്, ഇത് പബ്ലിക് ആണ്, സോ സെർച്ച് ചെയ്യുക, അത് വാച്ച് ചെയ്യുക. ഓക്കെ, അതിൽ എങ്ങനെയാണ് എഴുതേണ്ടത് വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. നൗൺസ് ജോയിൻഡ് ബൈ ആൻഡ് വിൽ ഹാവ് എ പ്ലൂറൽ വെർബ്. പ്രിയ ആൻഡ് ഹർ മദർ ഹാവ് ഗോൺ ടു ദി മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തോന്നും പ്രിയ ആൻഡ് ഹർ മദർ 2 പേരുണ്ടല്ലോ, പക്ഷെ പ്രിയയും അമ്മയും എന്നാണ്. 2 പേരും പോയിരിക്കുന്ന സ്ഥലവും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണ്? 2 പേരും ഒരു സ്ഥലത്തേക്കല്ലേ പോയത്. ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രിയ ആൻഡ് മദർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ 2 ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഹാവ് ചേർക്കണം. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച പോലെ രാം ആൻഡ് രവി 6. ഓക്കെ, അയ്യോ മാറിപ്പോയി. രാം ആൻഡ് രവി എന്തെഴുതും? യെസ്, രാം ആൻഡ് രവി ഹാസ് ഓർ ഹാവ്. ഹാസ് നമ്മൾ ചേർക്കുന്നത് സിംഗുലറിന് വേണ്ടിയാണ്, ഹാവ് നമ്മൾ ചേർക്കുന്നത് പ്ലൂറലിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ രാം ആൻഡ് രവി ഹാസ് ഓർ ഹാവ് ഡൺ ദെയർ വർക്ക്, അല്ലെങ്കിൽ ഡൺ ദെയർ ഹോംവർക്ക്. എന്തായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ വരെ? എത്ര വിളിച്ച സർ? ഗൗതം ഒന്ന് പറഞ്ഞു നോക്കി. ഗൗതം, ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരാം? രവി ആൻഡ് രാം ഹാവ്. ബിക്കോസ് എന്താണ്? രവി ആൻഡ് രാം എന്ന് പറയുമ്പോൾ അവിടെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും രസകരമായിട്ടുള്ള എക്സാമ്പിള്, ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പൊ നിങ്ങൾ ബ്രെഡ് വേറെ സാധനം, ബട്ടർ വേറെ സാധനം. ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ കുട്ടി പറയുന്നത് ബ്രെഡ് ചവച്ച് കഴിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടാണോ ബട്ടർ കഴിക്കുന്നത്? അല്ല, ബ്രെഡും ബട്ടറും ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തിട്ട് കഴിക്കുക. സോ ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളത് കഴിക്കണത് എങ്ങനെയാണ്? 2ഉം ഒരുമിച്ച് ഒരുമിച്ചല്ല, ബ്രെഡ് ബട്ടർ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ അതെന്തായ ഒരൊറ്റ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറി, ഒറ്റ എൻറ്റിറ്റി ആയിട്ട് മാറി. അതുകൊണ്ടാണ് ബ്രെഡ് ആൻഡ് ബട്ടറിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പല കൺഫ്യൂഷൻസ് വരും. ഗ്രൂപ്പിന്റെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരാൾ 2 പേര് പറയുമ്പോൾ നമ്മൾ അവരെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് തന്നെ എടുക്കാം. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ, കപ്പ് ആൻഡ് സോസർ ഈസ് വെരി ഹെവി ആണോ ആർ വെരി ഹെവി ആണോ? യെസ്, ഒരാൾ വിളിച്ച സർ. കപ്പ് ആൻഡ് സോസർ ഈസ് വെരി ഹെവി ആണോ ആർ വെരി ഹെവി ആണോ? ഗൂഗിൾ, കപ്പ് ആൻഡ് സോസർ ഈസ് വെരി ഹെവി ആണോ ആർ വെരി ഹെവി ആണോ? ഈസ്. കാരണം യെസ്,
ബിക്കോസ് കപ്പ് ആൻഡ് സോസർ എന്ന് പറയും. സോസർ എന്ന് പറയുന്ന കാര്യം നമുക്ക് യൂസേജ് ചെയ്യേണ്ട കാര്യമില്ല കപ്പില്ലെങ്കിൽ. സോ കപ്പും സോസറും രണ്ടും രണ്ട് കാര്യങ്ങളല്ല, അത് രണ്ടും ഒന്നാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കപ്പ് ആൻഡ് സോസർ ഈസ് വെരി ഹെവി. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ പറഞ്ഞ പോലെയാണ് കപ്പ് ആൻഡ് സോസർ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത്. ഇനി ലാസ്റ്റ് കളക്റ്റീവ് നൗൺസ് വിൽ ഹാവ് സിംഗുലർ വെർബ്, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, എ ക്രൗഡ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചേർക്കുക. ഒരു കാരണവശാലും വേറെ, ഓക്കെ, ഹാവ് ചേർക്കരുത്, ആറ് ചേർക്കരുത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്ലൂറൽ വെർബുകളാണ്. ഓക്കെ, പക്ഷെ വാസ്, ഈസ്, ഹാസ്, ഹാഡ് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സിംഗുലർ വെർബുകളാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വാസ് പ്രസന്റ് അറ്റ് ദ ഫെയർ. എ സ്കൂൾ ഓഫ് ഫിഷ് വെർ കോട്ട് ടുഡേ എന്ന് പറയില്ല, സ്കൂൾ ഓഫ് ഫിഷ് വാസ് കോട്ട് ടുഡേ എന്നേ പറയുള്ളൂ. അപ്പൊ എന്താണ് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ? ഈശ്വരളെ വിളിച്ചേ സർ. സോറി സർ. യെസ് സർ, ജഗൻ. യെസ്, ജഗൻ. A school of fish were caught today എന്ന് പറയോ, was caught today എന്ന് പറയോ? എടാ കളക്റ്റീവ് നൗൺസ് മനസ്സിലായോ എന്താണെന്ന്? ഗഗൻ, ഗജൻ, ജഗൻ, സോറി, ഗഗൻ, ജഗൻ, ഗജൻ. യെസ്, അത് മനസ്സിലായി. യെസ്, ജഗൻ പ്ലീസ്. എന്താണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നതിന്? ഹ്യൂമൻസ് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിന് ഗ്രൂപ്പ് എന്നേ പറയുള്ളൂ, വേറെ വേർഡൊന്നും ഇല്ല. അതേ സമയത്ത് നമ്മൾ കുറെ ചെന്നായകൾ അല്ലെങ്കിൽ വുൾഫ്സ് ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഗ്രൂപ്പ് ഓഫ് വുൾഫ്സ് എന്ന് പറയൂ. എന്ത് പറയൂ? ഇപ്പോ ഗ്രൂപ്പിന് പകരം വേറൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്യും. എന്തായിരിക്കും വുൾഫ്സിനെ യൂസ് ചെയ്യുന്നത്? എനി ഐഡിയ? വുൾഫിനെ യൂസ് ചെയ്യുന്ന അറിയോ നിങ്ങൾക്ക് എന്താണെന്ന്? യെസ് യെസ്, പാക്ക് ഓഫ്. അയ്യോ, ആരാണ് പറഞ്ഞത്? ഓക്കെ, പാക്ക് ഓഫ് വുൾഫ്സ് ആണ് അതിന് കറക്റ്റ്. ഇനി ഇതുപോലെ തന്നെ ഫിഷുകളുടെ ഗ്രൂപ്പിനെ നമ്മൾ സ്കൂൾ എന്നാണ് പറയുന്നത്. ബേർഡ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ഫ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കളക്റ്റീവ് നൗൺസ് വരികയാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിങ് സിംഗുലർ വെർബ്. ഒരിക്കലും കളക്റ്റീവ് നൗൺ ആണ്. യെസ്, അതിനകത്ത് പാക്ക് ഓഫ് വുൾഫ്സ് എന്ന് പറഞ്ഞാൽ വുൾഫ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഫിഷസ് ഉണ്ട്, ഫോക്സസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഗ്രൂപ്പാണെന്ന് നമ്മുടെ മൈൻഡിന് പറഞ്ഞ് പഠിപ്പിക്കുക. ആൻഡ് അവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബുകൾ ആഡ് ചെയ്യുക. ഇതൊക്കെ എറർ കറക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാനും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ രണ്ട് തമ്പൊന്ന് സ്ക്രീനിൽ കാണിച്ച് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ. അപ്പൊ ഗ്രൂപ്പിന് ഒരിക്കലും നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ സ്റ്റുഡൻസ് എന്ന് വിചാരിച്ചാൽ സ്റ്റുഡൻസ്, കുറെ സ്റ്റുഡൻസിനെ പറ്റി പറയുന്നുണ്ട് അമ്പടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആഡിങ് സിംഗുലർ വെർബ്. ഓക്കെ, ഇനി പെയറിങ് കുറച്ചും കൂടെ ഉള്ളു തോന്നുന്നു. ഇത് തീരണില്ലല്ലോ തീർന്നേ, ഇത് കുറേ ഉണ്ട്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, സോറി. പെയറിങ് നമുക്ക് നോക്കാം. പെയറിങ് ഭയങ്കര സിമ്പിളാണ്, ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. നോക്കിയേ, പേഴ്സിന്റെ കൂടെ പെയറിങ്, എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് പാൻസ്, എ പെയർ ഓഫ് ഗ്ലാസസ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമുക്കറിയാം പാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പാൻസ് എന്ന് പറഞ്ഞാൽ? യെസ്, ഒരാളെ വിളിച്ചത് സർ. കെസിയ. എന്താണ് കെസിയ? പാൻസ് എന്ന് പറഞ്ഞാല് ടീച്ചർ എന്തേ പറയണേ? പാൻസോ? അത് ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പറയാം? അങ്ങനെയാണ് കെസി ഇപ്പൊ ഫേസ് ഉണ്ടാക്കി. എന്താണ് പാൻസ് കെസിയ? ഇപ്പൊ ഞാൻ കെസിനോട് പറയണം, കെസിയ വേർ യുവർ പാൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തിട്ടിട്ട് വരും കെസിയ? പാൻറ്. അപ്പൊ ഇവിടെ പാൻസ്, ഗ്ലാസസ്, ട്രൗസേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? അത് പെയറാണ്. ഇപ്പൊ പാൻറ് ഞാൻ വരയ്ക്കാം, പാൻറ് ആയിട്ട് തോന്നിയിരിക്കും. ഇതൊരു പാൻറ് ആയിട്ടില്ലേ സർ? ടെന്റ് പോലെ ഒന്നുമില്ല, അത് പാൻറ് ആയിട്ടില്ലേ? യെസ്, അതെ. സർ ഇത് ശ്രദ്ധ, ശ്രദ്ധിക്കണില്ലേ? ശ്രദ്ധ ഒന്ന് പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് ഒരിക്കലും പാൻറ് എന്ന് പറയും, നമ്മൾ പാൻസ് എന്ന് എപ്പോഴും പറയുള്ളൂ. കാരണം എന്താണ്? ബിക്കോസ് ഇതിന് രണ്ട് എറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ സോക്സ്, ഓക്കെ, സോക്സ്, പെയർ ഓഫ് സോക്സ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പെയേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത്
ഗ്ലൗസസ് നമ്മൾ രണ്ട് കയ്യിലും യൂസ് ചെയ്യും, സോക്സ് രണ്ട് കാലിലും യൂസ് ചെയ്യും, ഗ്ലാസസ് ഒരു കണ്ണിന് മാത്രം ഗ്ലാസ് വെക്കുമോ നമ്മൾ? പവർ സംഭവം ഒരു ലെൻസിന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ രണ്ടും ഒരുമിച്ച് പെയർ ആയിട്ടാണ് വെക്കാറ്. സോ അങ്ങനെ പെയറിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. ബിക്കോസ് ഓക്കെ, എ പെയർ ഓഫ് ബ്രാൻഡഡ് ഷൂസ്, അപ്പൊ നിങ്ങൾ ബ്രാൻഡഡ് ഷൂസിന്റെ പെയർ, അപ്പൊ നിങ്ങൾ ഷൂസ്, അപ്പൊ എന്താണ് അത്? പ്ലൂറൽ ആണ്, അപ്പൊ നമുക്കിവിടെ മാറ്റാം, ചെയ്യരുത്. പെയർ ഓഫ് ബ്രാൻഡഡ് ഷൂസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഷൂവിനെ പറ്റിയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരുപാട് ഷൂസിനെ പറ്റി അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ചാടി എഴുന്നേറ്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പേഴ്സ്, അതായത് പേരിന്റെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ചാടി എഴുന്നേറ്റ്. യെസ് ഫാത്തിമ, കമോൺ, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്. പേരിന്റെ കാര്യം, പേര് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ സിംഗുലർ ചേർക്കുന്നത്? ഓക്കെ, പാൻസ്, ഗ്ലാസസ്, ട്രൗസേഴ്സ്, കുറെ ഉണ്ട്, n നമ്പർ ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്. ഇതാരാണ് സർ? ഇത് മനീഷ, മാളവിക, മാളവിക എഴുന്നേറ്റ് നിൽക്കണല്ലേ? പ്രാഞ്ചൽ. അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എ പെയർ ഓഫ് ബ്രാൻഡഡ് ഷൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷൂ അല്ല, ഒന്നിലധികം ഷൂസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. അവിടെ നമ്മൾ ഈസ്, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാഡ്, ഇത്രയും ചേർക്കുള്ളൂ. അടുത്ത നോക്കിക്കേ, അബ്സ്ട്രാക്ട് നൗൺ പ്ലസ് അൺകൗണ്ടബിൾ നൗൺസ് വിൽ ബി ഫോളോഡ് ബൈ എ സിംഗുലർ വെർബ്. അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ ശ്രദ്ധിക്കുക കേട്ടോ, അബ്സ്ട്രാക്ട് നൗൺ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസ്, ഇതെല്ലാത്തിൻ്റെയും അവസാനം എന്തായിരിക്കും? നമുക്ക് കാണാൻ പറ്റുന്നത് സിംഗുലർ വേർബ്സ് ആയിരിക്കും. ഓണസ്റ്റി, ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓണസ്റ്റി. ലിഡേ, കണ്ടിട്ട ലിഡേ? യെസ്, ഇരുന്നോളൂ എല്ലാവരും. ഇനി ജഗൻ എഴുന്നേറ്റോളൂ. ആ, എഴുന്നേറ്റോ. ഇതാണ് സർ ഇപ്പുറത്ത് ശ്രദ്ധ. കുറച്ചേരം എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശ്രദ്ധ ഇരിക്കുന്നു. ശ്രദ്ധ മുഖം കഴുകാൻ പോയിക്കിരുന്നല്ലേ? അപ്പൊ ഇരുന്നോ, കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞ ഉറപ്പിക്ക് അല്ലേ? യെസ്, ബാക്കി എല്ലാവരും ഇരുന്നോട്ടാ. ആ, ഇരുന്നോ, ജഗൻ ഇരുന്നോ, പറഞ്ഞാ കേൾക്കൂലല്ലോ. ഓക്കെ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണസ്റ്റി, അത് അബ്സ്ട്രാക്റ്റ് ആണ്. കാരണം എന്താണ്? നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റാറില്ല. ഇനി അത് കൂടാണ്ട് വേറെ എന്താണ്? ഫ്രണ്ട്ഷിപ്പ്, അതെന്താണ്? അതും അബ്സ്ട്രാക്റ്റ് ആണ്. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പ്, വി ബോത്ത് ഹാവ് എ വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, 1.5 കിലോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത് അബ്സ്ട്രാക്ട് നൗണുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. സോ അൺകൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് നൗൺ വന്നാൽ അതിന്റെ ബാക്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്കുകൾ എന്തായിരിക്കും? അതൊക്കെ സിംഗുലർ വെർബായിരിക്കും. അതെല്ലാവരും എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അബ്സ്ട്രാക്ട് ആണ്. അൺകൗണ്ടബിൾ നൗൺസിന് എവിടെയെങ്കിലും കണ്ടാൽ അപ്പം നിങ്ങൾ അവിടെ സിംഗുലർ എഴുതിയിട്ടോളണം, വേറൊന്നും എഴുതാൻ നിൽക്കരുത്. ഇനി അടുത്തത്, when mentioning time, distance, sum of money, it will be followed by a singular verb. Okay, 1267 kilometers എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ 1267 ഉണ്ട്, അപ്പൊ കിലോമീറ്റേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ചിലപ്പോ കൂടുതലാണ്, സിംഗുലർ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈസ് ആഡ് ചെയ്യാം എന്ന്, അല്ല നമ്മൾ ആറ് ആഡ് ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ അവിടെ നമ്മൾ സിംഗുലർ വെർബ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ശ്രീലക്ഷ്മി നേരെ ഇരുന്നേ, അല്ലെങ്കിൽ ഇപ്പൊ ഉറങ്ങും. ഓക്കെ, ഇനി അടുത്തത്, ഈച്ച് ആൻഡ് എവ്രി ഇസ് ഫോളോഡ് ബൈ എ സിംഗുലർ വെർബ്. ഓക്കെ, ഈച്ച് ആൻഡ് എവ്രി സ്റ്റുഡൻസ് ഹാസ്, എവ്രി സ്റ്റുഡൻസ് ഹാവ് എന്ന് പറയില്ല. എവ്രി സ്റ്റുഡൻറ് ഹാസ്, ഈച്ച് സ്റ്റുഡൻസ് ആർ, ഒരിക്കലും പറയില്ല ഈച്ച് സ്റ്റുഡൻറ് ഈസ്. ഓക്കെ, ഈച്ച് സ്റ്റുഡൻറ് ഇസ് എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ സിംഗുലർ വെർബേ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ 2 തമ്പും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ 2 തമ്പും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന ഡിറ്റർമിനേഴ്സ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ടെൻസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എല്ലാവരും ഒന്നും വേണ്ട, പക്ഷെ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ടൈപ്പ് ഓഫ് ടെൻസ് ഉണ്ട്? യെസ്, ഒരാളെ വിളിച്ചേ സർ. നേഹ, എത്ര ടൈപ്പ് ഓഫ് ടെൻസ് ഉണ്ട് നേഹേ? 3 types of tense.
3 ഉണ്ട്. യെസ്, അടുത്ത ആൾ വിളിച്ചത് സർ. ഏതൊക്കെയാണ് 3 ടൈപ്സ്? യെസ്, ദിൽ പറഞ്ഞോളൂ. 3 ടൈപ്സ് ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. വെരി നൈസ്. ഇനി ഈ ഓരോ ടെൻസിനെയും എത്ര സബ് ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്? യെസ്, അടുത്ത ആൾ വിളിച്ചത് സർ. ആർദ്ര, ഓരോ ടെൻസിനെ നമ്മൾ എത്ര സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം ആർദ്രെ? 4. ക്യൂട്ട്. ഇനി അടുത്ത ആൾ വിളിച്ചത് സർ. ഇഷാനി, 4 ടെൻസ് എന്ന് ആർദ്ര പറഞ്ഞു. അതിൽ ഒരു സബ് ടെൻസ് പറഞ്ഞേ. യെസ്, സിമ്പിൾ. ഓക്കെ, സിമ്പിൾ ടെൻസ് ആണ് ഒരെണ്ണം. അടുത്ത ആളെ വിളിച്ചത് സർ. ബിനോയ്. അഭിനവ്. യെസ്, അഭിനവ് പറഞ്ഞോളൂ. അഭിനവേ, ഇപ്പൊ മനസ്സിലായി. യെസ്, സിമ്പിൾ കഴിഞ്ഞിട്ട് വേറെ ഏതാണ് അഭിനവേ? പറഞ്ഞോ. എന്താണ്? കണ്ടിന്യൂസ്. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂസ് ഉണ്ട്. യെസ്, അടുത്ത ആൾ വിളിച്ചത് സർ. കാർത്തിക്. കാർത്തിക്, സിമ്പിൾ കഴിഞ്ഞു, കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി അടുത്ത പറഞ്ഞേ. എന്തോ? ഏട്ടാ, സബ് ടെൻസുകളുടെ പേര്. സിമ്പിൾ ടെൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഇനി 2 ടെൻസുകൾ ഉണ്ട്. ഏട്ടാ, ഇങ്ങനെ ചെയ്യല്ലേ. ഇനി വേറെ എന്തൊക്കെ ടെൻസുകളാ കേട്ടേക്കണേ? സിമ്പിൾ പ്രസന്റ് കേട്ടിട്ടുണ്ട്, സിമ്പിൾ കണ്ടിന്യൂസ് കേട്ടിട്ടുണ്ട്, സിമ്പിൾ പെർഫെക്റ്റ്. അയ്യേ എടാ, പാസ്റ്റ്, പെർഫെക്റ്റ്, ഫ്യൂച്ചറുള്ള ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 ടെൻസുകളെ നമ്മൾ ഫർദർ എന്ത് ചെയ്യുന്നുണ്ട്? ഫർദർ വീണ്ടും നമ്മൾ 4 ടെൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ 2 ടെൻസ്, അതിലൊരു ടെൻസ് ആണ് സിമ്പിൾ ടെൻസ്, രണ്ടാമത്തെ ടെൻസ് കണ്ടിന്യൂസ് ടെൻസ്, മൂന്നാമത് സബ് ഡിവിഷനിൽ വരുന്നത് ഏതായിരിക്കും? അറിയില്ല. മെക്സിക്കനാ? വെരി ഗുഡ്. ഇതല്ലേ ചോദിക്കണ കാർത്തി. വെരി നൈസ്. ഓക്കെ, പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി അടുത്ത ആൾ വിളിച്ചത് സർ. ആദർശ്. ആദർശ് കുറെ നേരമായിട്ട് ഇവനെന്താ പറയാത്തെ. ഇനി അടുത്ത ആദർശനാണ് പണി. യെസ്, ആദർശ് പറഞ്ഞോളൂ. എന്താണ്? എനിക്ക് തോന്നി ആ ചിരി കണ്ടപ്പോ തന്നെ. കുറെ നേരമായിട്ട് ആദർശ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഈ കോപ്രായം കണ്ടിട്ട്, അല്ലേ? ഞാൻ വിളിച്ചത് എനിക്ക് എല്ലാവരും അറിയാന്ന്. ഒന്നുമില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. യെസ്, വിളിച്ചോളൂ സർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, കണ്ടിന്യൂസും പെർഫെക്റ്റിന്റെയും കോമ്പിനേഷൻ ആണ് അവസാനത്തെ ടെൻസ്. അപ്പൊ എന്തായിരിക്കും ആദർശ്? ആദർശ് തന്നെ പറയും സർ. യെസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ ഓർമ്മ വന്നോ? വെരി ഗുഡ്. ഓക്കെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും അടുത്തത് വരാം. ഇത് ഓരോന്നിന്റെയും ഞാൻ എഴുതണില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് എടുക്കാനുള്ള അപ്പൊ എന്ത് വരും? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. ഏഞ്ചലീന. യെസ്, ഏഞ്ചലീന. ഏഞ്ചലീന പറഞ്ഞോളൂ. പ്രസന്റിന്റെ സബ് ഡിവിഷൻസ്. ഗുഡ് ഈവനിങ്. എന്തായിരിക്കും വരാ? Simple present, present continuous, Okay. present perfect, വെരി ഗുഡ്, present perfect continuous. വെരി നൈസ്. അതുപോലെ ഫ്യൂച്ചറിന് എന്തായിരിക്കും? മിസ് അടുത്തുള്ള വിളിച്ചത് സർ. ആദിശ്രീ. എന്തായിരിക്കും ആദിശ്രീ ഫ്യൂച്ചറിന്റെ വരാ? Simple future, വെരി ഗുഡ്. future perfect, ഫ്യൂച്ചർ continuous. യെസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സബ് ഡിവിഷൻസിൽ വരുന്ന ടെൻസുകൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല, റൂൾസ് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് എനഫ്. ഓരോ ടെൻസിലും ഏതാണ് യൂസ് ചെയ്യണേന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ എഴുതാം. ഓക്കെ, കൂടെ കൂടെ നമുക്ക് ചെയ്തു പോവാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് നോക്കുന്നത്. സിമ്പിൾ പ്രസന്റിൽ സബ്ജക്റ്റ്, സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ്? നമ്മൾ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം പ്ലസ് ഒബ്ജക്റ്റ്. അതേ സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വെർബിൻ എങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെ എഴുതാം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഐഡന്റിറ്റി. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, സെയിം സ്ട്രക്ചർ ആണ് നമ്മൾ ഓൾ ടുഗെദർ ഫോളോ ചെയ്യേണ്ടത്.
ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. കംപ്ലീറ്റ്ലി ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് നമ്മൾ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഒന്നുമില്ല. അടുത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആറ് നമ്മൾ ചേർക്കുന്നു, പ്ലസ് വെർബിന്റെ V1 ഫോമിന്റെ കൂടെ നമ്മൾ ing ചേർക്കുന്നു, പ്ലസ് ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് എന്നുള്ളൊരു വാക്ക് എവിടെ വന്നാലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ വെർബിന്റെ കൂടെ ing ഫോം ചേർക്കണം. ഓക്കെ, കണ്ടിന്യൂസ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് എന്നുള്ളൊരു വാക്കുണ്ടെങ്കിൽ വെർബിന്റെ കൂടെ ing ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ചേർക്കാം. ഇവിടെ ഈസ് ചേർക്കുന്നത് സിംഗുലറിന് വേണ്ടിയാണ്, ആം ചേർക്കുന്നത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് വേണ്ടിയാണ്, ആറ് ചേർക്കുന്നത് പ്ലൂരലിന് വേണ്ടിയാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇത് വെറുതെ പറഞ്ഞോളൂ, ബിക്കോസ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രണവ് ശ്യാം ഓൾറെഡി പഠിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഓക്കെ ആണോ? എന്തൊക്കെയാണ് അത് പറഞ്ഞേ? യെസ്, പ്രണവ് ശ്യാം വിളിച്ച സർ. പ്രണവേ, ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? ഏത് ടെൻസാ പഠിച്ചേ? അന്ന് അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ പറഞ്ഞേ. V2 അല്ല, V1 plus ing plus ഒബ്ജക്റ്റ്. അപ്പോ എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞേ ശ്യാം. പ്രണവ്, സോറി. യെസ്, വെരി ഗുഡ്. പ്രണവ് സൈഡിൽ നോക്കിയായിരുന്നു വിളിച്ചാണ്, അപ്പൊ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ. ഓക്കെ, ഗുഡ്. യെസ്, അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈസ് ആം ആറിന്റെ ബൈഫ്രിക്കേഷൻസ്. ഈസ് സിംഗുലർ ആണ്, ആം ഐ ആണ്, ആറ് പ്ലൂറൽ ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പെർഫെക്റ്റ് ഇന്നലെ പറഞ്ഞ കാരണം പെർഫെക്റ്റ് ആണെങ്കിൽ എപ്പോഴും വെർബിന്റെ V3 ഫോം ആയിരിക്കും ഉണ്ടാവുക. പെർഫെക്റ്റ് ടെൻസുകളിൽ മാത്രം, പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും V3 ഫോം ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 3 ആണ് ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? V3 ഫോം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെങ്കിൽ എന്താ കാണിച്ച സ്ക്രീനിൽ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, വെറുതെ അത് കാണാപ്പാഠം പഠിക്കണ്ട. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഞാൻ പറഞ്ഞു, കണ്ടിന്യൂസ് എന്നുള്ള വാക്ക് എവിടെ വന്നാലും വെർബിന്റെ കൂടെ നമ്മൾ ing ആഡ് ചെയ്യണം. പ്ലസ് അതിന്റെ കൂടെ എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്ന് പറയുന്ന ഒരു വാക്കും അവിടെ എക്സ്ട്രാ കയറി വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഒരു ഡാറ്റ കാണിച്ച്. ഓക്കെ, ബ്രേക്ക് വേണം എങ്കിൽ നല്ലൊരു ഡാറ്റ കാണിച്ച്. ബ്രേക്ക് വേണം, അയ്യോ മതി എന്നാണെങ്കിൽ നല്ലൊരു ഡാറ്റ കാണിച്ച്. യെസ്, വെരി നൈസ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു ബ്രേക്ക്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് തിരിച്ചുള്ള വീഡിയോസ് ഓൺ ചെയ്യാൻ. നമുക്ക് ഇനി കുറച്ചു നേരം ഗ്രാമർ വേണ്ട അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഡാറ്റ കാണിച്ച് ഗ്രാമർ ബോറടിച്ചു അല്ലേ? സോ എന്താ ഗ്രാമർ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം ആവർത്തിച്ചെടുക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ഓക്കെ, ഗ്രാമർ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. നമുക്ക് എറർ ആൻഡ് കറക്ഷനിലായാലും കറക്റ്റ് ആൻസർ ഓപ്റ്റ് ചെയ്ത് എഴുതാനായാലും നമുക്ക് എപ്പോഴും ഗ്രാമറിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ എടുത്ത പോർഷനിൽ നിന്നായിരിക്കും നമുക്ക് ആ ഒരു കറക്ഷൻ കിട്ടുക. സോ അതുകൊണ്ടാണ്, അതായത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന കറക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിറ്റർമിനേഴ്സ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അറ്റ്ലീസ്റ്റ് ടു റബ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടെൻസസ് കറക്റ്റ് ആയിട്ടൊന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ടെൻസസ് എടുത്തത്. ഐ നോ ഇറ്റ്സ് വെരി ബോറിംഗ് അല്ലേ? ആണെങ്കിലും ഒന്ന് ഡാറ്റ അടിച്ച്. ടെൻസസ് ഭയങ്കര ബോറിംഗ് ആണെങ്കിലും ഡാറ്റ അടിച്ച്. പക്ഷെ ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു റഫ് നോട്ട് എടുത്തിട്ട് വന്ന് എഴുതി പഠിക്കാൻ പോവാണ്. അപ്പോൾ എഴുതാനൊരു റഫ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണേ. അപ്പോൾ മറക്കരുത് പറഞ്ഞ കാര്യങ്ങളെല്ലാവരും. ഓക്കെ, ഇന്നലെ എടുത്ത ടോപ്പിക്കിന്റെ എക്സസൈസ് ആണ്. ഓക്കെ, ഇന്നലെ എടുത്ത ടോപ്പിക്കിന്റെ എക്സസൈസ് ആണ്. Write letter to the editor of an English daily making a plea to the common people to switch over a solar energy to conserve electricity and limit electricity bills. Okay, അപ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാട്ടോ. ലെറ്റർ ടു എഡിറ്റർ ഇന്നലെ നമ്മൾ ഫോർമാറ്റ് നോക്കിയതാണ്. എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. തുടക്കം എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്കറിയാം. ഇന്നലെ നമ്മൾ കുറച്ച് ഫ്രേസസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക.
പെട്ടെന്ന് എഴുതുക. എത്ര മിനിറ്റ് സമയം വേണം എഴുതാനായിട്ട്? എത്ര ടൈം വേണം? നമ്മളൊരു 7:30 വരെ നമുക്ക് ഇനി ഇങ്ങനെ എക്സസൈസുകൾ ചെയ്യാം. 7:30 കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ഗ്രാമറിലോട്ട് പോവുള്ളൂ. അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട. ഓക്കെ, പൂജ പെട്ടെന്ന് സമയം നോക്കിയോ? 7:30, ഭാഗ്യം, അരമണിക്കൂർ ഗ്രാമർ ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. എഴുതാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, സോ കറക്റ്റ് ഇപ്പൊ നമ്മളൊരു 13 മിനിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ വേണ്ടി. അതേ കൂടുതൽ എടുക്കരുത്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഫോർമാറ്റ് അറിയാം, നമ്മൾ ആകെ എഴുതേണ്ടത് കണ്ടന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി കുറേ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. ഇൻട്രൊഡക്ഷനിലെ തുടക്കത്തിലത്തെ ഒരു 1 ലൈൻ നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാ വിത്തിൻ 12 മിനിറ്റ്സ്. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനും എത്ര ടൈം വെച്ച് നിങ്ങൾ കൊടുക്കും എന്നുള്ളൊരു ധാരണ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ വേണം. നിങ്ങൾ ഒരു പേപ്പർ പ്രിപ്പറേഷനിലാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും പേപ്പർ. ചിലപ്പോൾ പേപ്പർ അത്രയും ലെങ്തി ആയിരിക്കില്ല. അതെന്താ കാരണം? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്, അയ്യോ എന്തോരമാണ്, കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു പ്രീ പ്ലാൻ ചെയ്ത് പോവാണ്. അതായത് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഞാനൊരു ഹാഫ് ആൻ അവറിൽ തീർക്കും. അങ്ങനെ നമ്മൾ ഓൾറെഡി നമുക്ക് പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു 10 മിനിറ്റ് എപ്പോഴും ബാക്കി ഉണ്ടാവുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം സ്ലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, റീഡിങ് കോംപ്രിഹെൻഷൻ ഇതായിരിക്കും, ഇത്രയും വരും. എന്താണ്, ഗ്രാമർ പോർഷനിൽ നിന്ന് നമുക്ക് 20 മാർക്സ് ആയിരിക്കും വരാം, അടുത്തതിൽ നിന്ന് നമുക്ക് 40 മാർക്ക് വരും. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ടൈം സ്പ്ലിറ്റ് ചെയ്യുക. കിട്ടുന്നത് 3 മണിക്കൂർ ആണെങ്കിലും 3 hours അല്ലേ കിട്ടുന്നത്, ആണെങ്കിലും yes. അപ്പൊ ഈ 3 hours നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. പ്രോപ്പർ ആ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് 3 hours നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? തമ്പ കാണിച്ച് സ്ക്രീനിൽ ഓക്കെ ആണ് എങ്കിലും തമ്പ കാണിച്ച്. ഇനി ഗ്രാമർ എടുക്കാം ഒരു ചെറുത്, വേണ്ട? ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയുള്ള ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഴ്സ് ആണ്. ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, ഡിറ്റർമിനേഴ്സ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമ്മൾ വേർഡ്സിനെ നൗൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നൗണിന് മുമ്പ് യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, സോ വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ ടു ഇൻഡിക്കേറ്റ് തിങ്സ് ഓർ പീപ്പിൾ റെഫേർഡ് ടു. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, ഒന്നല്ലെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ തിങ്സിനെ പീപ്പിളിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നൗൺസ് യൂസ് ചെയ്യുന്നത്. സോ വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ ടു ഇൻഡിക്കേറ്റ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിറ്റർമിനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൗണിന് മുമ്പാണ്. ഡിറ്റർമിനേഴ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നൗണിന് മുമ്പാണ്, അതെപ്പോഴും ഓർത്ത് വെക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾസ് ആണ് എ ആൻഡ് ദ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ദ ചൈൽഡ്, ആൻ ആപ്പിൾ, പിന്നെ വേറെ എന്തൊക്കെ പറയാം നമുക്ക്? എ ബാറ്റ്, നമുക്ക് പലതും പറയാം. എന്താണ് ദ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഈ എയും ആനും എന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കോമൺ ഇൻഡിക്കേഷന് വേണ്ടിയാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. പക്ഷെ ദ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ എടുത്ത് പറയാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെയാണ്. അത് മാത്രമുള്ള വ്യത്യാസം എ ആൻഡ് ദ. എയും ആനും കോമൺ ഇൻഡിക്കേഷൻ ആണ്, ദ എന്ന് പറയുന്നത് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ആണ്. ഇനി അടുത്തത് പൊസസീവ്. ഓക്കെ, പൊസിഷൻസ് നമുക്ക് നോക്കാം. മൈ, അവർ, യോഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്സ്, theirs, എക്സെട്ര. ഓക്കെ, ഇപ്പൊ മൈ ആർട്ട് വർക്ക്സ് ഇൻ ഓസ്ട്രേലിയ, അതായത് എന്റേതാണ്, ഇറ്റ്സ് മൈൻ എന്ന് നമ്മൾ പറയുമ്പോഴാണ് അവിടെ പൊസസീവ്നെസ്. അല്ല, നമ്മൾ പറയില്ലോ ഭയങ്കര പൊസസീവ് ആണ്, അവള് ഭയങ്കര പൊസസീവ് ആണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും വാട്ട് ഇസ് പൊസസീവ്നെസ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം വേണം, എൻ്റെ ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ പൊസസീവ് എന്ന് പറയുന്നത്. സോ മൈ, അവർ ഞങ്ങളുടെ മാത്രം, യോസ് നിന്റെ മാത്രം, ഹിസ് അവന്റെ മാത്രം. അപ്പൊ എന്താണ്? അവന്റെ, അവളുടെ എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് അത് പൊസസീവ് ആവുന്നത്. സോ ഇതൊക്കെയാണ് പൊസസീവ് നൗൺസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഡെമോൺസ്ട്രേഷൻസ്, ഡെമോൺസ്ട്രേറ്റീവ് നൗൺസ്. ഇപ്പൊ ഞാൻ പറയാണ് ദാറ്റ് സ്റ്റുഡന്റ് ഹു ഈസ് റബ്ബിങ് ഹിസ് ഹാൻഡ്സ്, ഹി ഈസ് നോട്ട് കോൺസെൻട്രേറ്റിംഗ്, നൗ ഹി ഈസ് ഡൂയിങ് ദിസ്. അതാരെന്ന് മനസ്സിലായോ? നൗ ഹി ഈസ് ഡൂയിങ് ദിസ്. ഓക്കെ, അപ്പോൾ
എന്താണ് ഐ എം ഡെമോൺസ്ട്രേറ്റിംഗ്. ഇത് ആ കുട്ടി ഉണ്ടല്ലോ, അത് അവനാണത്ര ശരിയല്ല, അവൻ കൈ ഉരച്ചോണ്ടിരിക്കുകയാണ് വെറുതെ. അല്ലേ പാർത്ഥിവേ, സത്യല്ലേ ഞാൻ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറയും ദ ഗേൾ ഹു ഇസ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ്, ഓക്കെ, ആൻഡ് ഹു ഇസ് വെയറിംഗ് എ ഗ്ലാസസ്, ഓക്കെ, ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഊരി മാറ്റിയിരിക്കണം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ കുട്ടി. ഇപ്പൊ ഞാൻ പറയണത് ദിസ് പേഴ്സൺ ഹിസ് വെരി ടോൾ ബട്ട് ഹീസ് വെരി ഹാൻസം, അല്ലേ? വെറുതെ ദ മോസ്റ്റ് ഹാൻസം ബോയ് ഇൻ ദ ക്ലാസ് എന്ന് പറയുമ്പോൾ സാർ എനിക്ക് നിന്നിട്ടുണ്ടോ പണ്ടൊക്കെ? ഓ, ടീച്ചർ വിളിക്കുമ്പോഴേ. ഓക്കെ, അപ്പൊ നമ്മൾ ദാറ്റ് ഹാൻസം ഗായ് അല്ലെങ്കിൽ ദാറ്റ് ഗേൾ ഹു ഇസ് സ്ലൈഡിങ്, ദാറ്റ് ഗേൾ ഹു ഇസ് റിക്ലൈനിങ്. അപ്പൊ എന്താണ്, നമ്മൾ ഒരാളെ ഒരു കൂട്ടത്തിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആ കുട്ടി, ഇത് ആ കുട്ടീനെയാണ് എനിക്ക് വേണ്ടത്, ദാ പശുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ദാ പൂച്ചേനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ദിസ്, ദാറ്റ്, ദിസ് എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം ദിസ് കീസ് ബിലോങ്സ് ടു മീ, ഈ കീ എന്റെയാണ്. ഓക്കെ, ഇപ്പോ ദൂരെ ഇരിക്കുന്ന ഒരു ബുക്ക്, ദാറ്റ് ബുക്ക് ഇസ് മൈൻ. അപ്പൊ ദൂരെയായി, അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് കൂടി. നിയർ ആണെങ്കിൽ നമ്മൾ ദിസ് യൂസ് ചെയ്യും, ദൂരെയാണെങ്കിൽ നമ്മൾ ദാറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ദിസും ദാറ്റും സിംഗുലറിന് വേണ്ടിയാണ്. അത് മാത്രം, ദിസും ദാറ്റും ഇസ് യൂസ്ഡ് ഫോർ സിംഗുലർ ഐറ്റംസ്. ദീസ് ആൻഡ് ദോസ് ആർ യൂസ്ഡ് ഫോർ പ്ലൂറൽ ഐറ്റംസ്. ഓക്കെ, പ്ലൂറൽ ഐറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ദീസ്, ദോസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദിസും ദാറ്റും സിംഗുലർ ആയിട്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈശ്വരാളെ വിളിച്ചത് ആമിന. ദിസിന്റെയും ദാറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ആമിന. യെസ് ആമിന പറഞ്ഞോളൂ, ദിസ്, ദാറ്റ് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞ ആമിന. വെരി ഗുഡ്, സൗണ്ട് കേൾക്കണില്ല. ഓക്കെ, യെസ്, അടുത്ത വിളിച്ചോളൂ സർ. റെയ്ഹാൻ എന്ന് പറഞ്ഞ ദിസ് ദാറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞ റെയ്ഹാന്. This is chair. This is my chair. This is my book. ഇനി അടുത്ത ആള് ദാറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, അടുത്ത ആള്. ഇല്ല, അടുത്ത ആള് റെയ്ഹാൻ. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. അൽതാഫ്. യെസ്, അൽതാഫെ പറഞ്ഞോളൂ. ദാറ്റിന്റെ. That boy is lonelier. That boy is annoying. Very good. അപ്പോൾ ദാറ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് ഉണ്ടോ അതോ അടുത്തുള്ള നിയർ തിങ്ക് ആണോ? ദാറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഉണ്ടോ അതോ അടുത്താണോ? ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ദാറ്റ് എന്ന് പറയുന്നത് ദൂരെ കിടക്കുന്ന ഐറ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ദിസ് എന്ന് പറയുന്നത് അടുത്ത് കിടക്കുന്ന ഐറ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ സർ. ഓക്കെ, ഇപ്പൊ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയും ദീസ് തിങ്സ് ആർ മൈൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്റെയാണ്. ദീസ് തിങ്സ് ആർ മൈൻ. അപ്പോൾ ദൂരെ ഇരിക്കുകയാണ്, എന്റെ സാധനം ദൂരെ ഇരിക്കുമ്പോൾ ഇൻഡിക്കേറ്റ് ദോസ് തിങ്സ് ആർ മൈൻ ട്ടാ. ആ സാധനങ്ങൾ എല്ലാവരും എന്റെയാണ് കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് അവിടെ കൂടുതലാണ്. അപ്പൊ ഇത്രയും ദോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാർ ആണ്, ഡിസ്റ്റൻസ് കിടക്കുന്നത് ദൂരെയാണ്. ദീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നിയർ ഒബ്ജക്ട്സ് ആണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ അണിച്ച്, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ അണിച്ച്. യെസ്. ഇനി ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാല് ഇൻട്രോഗേഷൻ. എന്താണ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ചത് സർ, വാട്ട് ഇസ് ഇൻട്രോഗേഷൻ? നോർമലി ജനറലി എന്താണ് ഇൻട്രോഗേഷൻ? യെസ് ഫാത്തിമ. യെസ് ഫാത്തിമ പറഞ്ഞോളൂ, എന്താണ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാല്? ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാല് ക്വസ്റ്റനിങ് ആണ്, അല്ലെ? നമ്മളിപ്പോ സിനിമയിൽ പറയും CBI is interrogating the criminal. അപ്പൊ നമ്മളതിന്റെ അർത്ഥം എന്താണ്? ക്വസ്റ്റനിങ് ആണത്. CBI ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണ് ചെയ്തത്, നീ എത്ര പേരെ കൊന്നു, നീ ഒരു സീരിയൽ കില്ലർ ആണോ? അപ്പൊ ദാറ്റ് ഇസ് ഇൻട്രോഗേഷൻ. അതായത് ചോദ്യങ്ങൾ ചോദിക്കുക ടു ഗെറ്റ് ഇൻഫർമേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറയുമ്പോൾ WH വേർഡ്സിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാ വേർഡ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, WH വേർഡ്സിനെ മാത്രമാണ് അവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വിച്ച്, ഹൂസ്, വാട്ട്, ഹൂ, വെൻ, ഇതൊക്കെയാണ് ഇന്ററോഗേറ്റീവ്സ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ, ഹൂസ് ഫാദർ ഇസ് സീറ്റഡ് ദേർ, ഹൂ ഇസ് യുവർ ഫ്രണ്ട്, ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഇതൊക്കെ എന്താണ്, ഇന്ററോഗേഷൻസ് ആണ്, ഇന്ററോഗേറ്റീവ്സ് ആണ്. അപ്പൊ അവിടെ എന്താണ്, ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഹൂസ് ഫാദർ ഇസ് സീറ്റഡ് ദേർ. ഫാദർ എന്ന് പറയുന്ന നൗണിന് മുമ്പ് നമ്മൾ എന്ത് ചേർത്തു? നമ്മൾ ഇന്ററോഗേറ്റീവ് എന്നുള്ള ഡിറ്റർമിനർ ചേർത്തു. അപ്പൊ അങ്ങനെയാണ് അത് എന്തായത്, കറക്റ്റ് ഡിറ്റർമിനേഴ്സിന്റെ കാറ്റഗറിയിൽ വന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്,
ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഉണ്ട്, ഓർഡിനൽസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ക്വാണ്ടിഫയേഴ്സ് എന്താണ്. ഓഫ്, ഐ എം റിയലി സോറി അഭിരാം. ഓക്കെ ഓക്കെ, ഹൗ വരില്ല. ഹൗ കഴിഞ്ഞ എപ്പോഴും നമ്മൾ ഈസ് ആണ് വരുന്നത്. ഹൗ ആർ യു, ഹൗ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു വെർബ് ആയിരിക്കും വരിക. സോ ഹൗ കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഈസ് ദിസ് യോർ വരില്ല. ഈസ് ദിസ് യോർ. ഓക്കെ, യുവർ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. എപ്പോഴും നൗണിന് മുമ്പായിരിക്കും എപ്പോഴും എന്ത് വരാം, ഈ ഒരു ഡിറ്റർമിനേഴ്സ് വരാം. ഇനി നോക്കി ക്വാണ്ടിഫയേഴ്സ്. much, many, little, some, any, each, every, all, few, ഇതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സ്. ഓക്കെ, ഇനി നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. അപ്പൊ എന്ത് വിടാണ് നമ്പേഴ്സ് നോക്കിയേ. 1, 10, 3, 31, 50, 100 നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താണ് നമ്പേഴ്സിന്റെ നമുക്ക് മുമ്പിൽ എന്ത് ചെയ്യാം, നമ്പേഴ്സ് അതായത് നൗണിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സ് ആഡ് ചെയ്യാം. പ്രിറ്റി നോർമൽ. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓൾ എല്ലാവർക്കും, ബോത്ത് രണ്ട് പേർക്ക്, ഹാഫ് പകുതി ഒരാൾക്ക് പകുതി അടുത്ത ഒരാൾക്ക്, ഈച്ച് ഒരാൾക്ക് ഒന്നൊന്ന്. ഓക്കെ, എയ്തർ, ഈതർ, നീതർ, എവ്രി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ആണ്. ഇതെല്ലാവരും എന്താണ് നൗണിന്റെ മുമ്പിലായിരിക്കും വരാം. ഇനി അടുത്തത് എ ലിറ്റിൽ ഇസ് ഓൾസോ കറക്റ്റ്. ജെനീസ്, എ ലിറ്റിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓർഡിനൽസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻസ് ആണ്. ഓക്കെ, കിട്ടുന്ന റാങ്കുകൾ ഫസ്റ്റ്, സെക്കൻഡ്, ലാസ്റ്റ്, തേർഡ്, ഫോർത്ത്, ഇതൊക്കെ എന്താണ് റാങ്കുകളാണ്, ഓർഡിനൽസ് ആണ്. ഓർഡിനൽസ് പറഞ്ഞാൽ വേറൊന്നുമല്ല, റാങ്ക് എന്നാണ് അർത്ഥം, റാങ്ക്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ദ തേർഡ് കോമ്പറ്റീറ്റർ ഡിഡ് നോട്ട് ക്വാളിഫൈ ദ റേസ്. മൂന്നാമത്തെ കോമ്പറ്റീറ്റർ റേസ് അത്ര ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, മൂന്നാമത്തെ കോമ്പറ്റീറ്റർ എന്താണ്, നൗൺ ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഓർഡിനൽ ആണ്. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എല്ലാവരും ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡിറ്റർമിനേഴ്സ് എപ്പോഴും എന്തിന്റെ മുമ്പിലായിരിക്കും വരാം. യെസ്, ഒരാളെ വിളിച്ചത്. ഡിറ്റർമിനേഴ്സ് എപ്പോഴും എന്തിന്റെ മുമ്പിലായിരിക്കും പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക, പാർത്ഥിവ്. ഡിറ്റർമിനേഴ്സ് എപ്പോഴും എന്തിന്റെ മുമ്പിലായിരിക്കും പാർത്ഥിവ് ഉണ്ടാവുക, വെറുതെ അല്ല, കയ്യോ അരച്ചോണ്ടിരുന്നു, തെറ്റാണ്, വെറുതല്ല. ഡിറ്റർമിനേഴ്സ് എപ്പോഴും എന്തിന്റെ മുമ്പിലായിരിക്കും പ്രസന്റ് ഉണ്ടാവുക, അറിയുന്നവർ എന്നിട്ട് അച്ഛൻ കാണിച്ചത്. ഡിറ്റർമിനേഴ്സ് ആർ പ്രസന്റ് ബിഫോർ എന്നുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് നമ്മൾ എന്താ ക്ലാസ് സ്റ്റാർട്ട്, ഐ മീൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. യെസ്, വിളിച്ചോളൂ സർ. ഷിഖ. എന്തായിരിക്കും ഷിഖ ആൻസർ? നൗൺ. ഡിറ്റർമിനേഴ്സ് എപ്പോഴും നൗണിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവുക. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാൻ എത്ര നേരം വേണം? ബിക്കോസ് നമുക്ക് അതായത് 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഓൺലി 8 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യണ്ട. 9 ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കാം. ബിക്കോസ് നമുക്കിത് പറ്റില്ല, എഴുതിയെടുക്കാണ്ട് നമുക്ക് പറ്റില്ല. നമുക്ക് 9 ക്വസ്റ്റ്യൻസും എഴുതിയെടുത്തിട്ട് ഇപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് കാണിച്ചു തരാം. സോ യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9 ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കുക. എത്ര നേരം വേണം 9 ക്വസ്റ്റ്യൻസ് എഴുതാൻ? 5 മിനിറ്റ് മതിയോ? 5 മിനിറ്റ് കൂടുതലല്ലേ? 3 മിനിറ്റ്. 9 ക്വസ്റ്റ്യൻസ് എഴുതാൻ 9 മിനിറ്റ് എന്നാണ് ശിഖ പറയുന്നത്. അത് വേണോ? ഹിബ, നിങ്ങളല്ലേ ഇങ്ങനത്തെ ഐഡിയ സജസ്റ്റ് ചെയ്തത് റീഡിങ് കോംപ്രിഹെൻഷൻ? ഇവനൊന്ന് വിളിച്ചേ സർ. ഹിബ ഫ്രണ്ടിലുണ്ടല്ലോ. ഹിബ എന്ത് പറ്റി ഹിബ? എഴുതിക്കോ. ശരി, ഓക്കെ. സോ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു റീഡിങ് കോംപ്രിഹെൻഷന്റെ. പക്ഷെ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് റീഡിങ് കോംപ്രിഹെൻഷൻസ് ഒക്കെ ഭയങ്കര ലെങ്തി ആണ്. ആണെങ്കിൽ ഒന്ന് രാജാണിച്ച് നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻസ് ഭയങ്കര ലെങ്തി ആണെങ്കിൽ ഒന്ന് രാജാണിച്ച്. യെസ്, അതെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കീ പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. ആൻഡ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ പ്ലീസ് ഇത്രയും മനസ്സിലാക്കാൻ ഐ ടോട്ടലി നോ എന്താണ് പ്രശ്നം. നാളത്തെ സെഷൻ നമുക്ക് ഭയങ്കര എൻഗേജിങ് ആക്കാം. ഓക്കെ, ഇതിപ്പോൾ ഗ്രാമർ ആയതുകൊണ്ടാണ് ഇത്രയും മടുപ്പ് തോന്നുന്നത്. അല്ലാണെങ്കിലും ഒന്ന് രാജ്യമാണ് ഗ്രാമർ ആയതുകൊണ്ടാണ് മെയിൻ റീസൺ. നമുക്ക് ഗ്രാമർ എടുക്കാണ്ടും രക്ഷയില്ല. ബിക്കോസ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാമർ സെക്ഷനിൽ നിന്ന് വരുന്നത്. 20 എന്ന് പറയുമ്പോൾ അതിൽ 10 ഗ്രാമറിനാണെങ്കിൽ 5 മാർക്ക് അനലറ്റിക് പാരഗ്രാഫ്, 5 മാർക്ക് ലെറ്റർ ടു എഡിറ്റർ, അങ്ങനെയാണ് മാർക്കിന് ഡിവിഷൻ പോകുന്നത്. സോ 10 മാർക്ക് കളയാതിരിക്കാൻ വേണ്ടിയാണ് 2 ദിവസം കംപ്ലീറ്റ്ലി എന്ത് ചെയ്തത്, കംപ്ലീറ്റ്ലി ആ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ ഇട്ടത്. ഓക്കെ, റീഡിങ് കോംപ്രിഹെൻഷൻ ചേർക്കുന്നത് നല്ലതാണ് എക്സാം. ഐ കൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ വൺസ് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് കാണിക്കുകയാണെങ്കിൽ പിന്നെ റിവൈൻഡ് ചെയ്ത് റീഡിങ് കോംപ്രിഹെൻഷൻ കാണിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതിനേലും പേര് നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻസ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാണ്. നിങ്ങൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ കുറച്ചും കൂടെ നല്ലത്? ആണെങ്കിൽ ഒന്ന് ഡാറ്റ അണിച്ച്, അതായത് നിങ്ങൾക്ക് ഞാനായിട്ട് അയച്ചു തരണം അല്ലേ? സോ അപ്പം നമുക്ക് ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ബ്രേക്ക് വേണോ ഇനി, അതോ പെട്ടെന്ന് വിടണോ? എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ബ്രേക്ക് വേണോ പെട്ടെന്ന് വിടണോ? എന്ത് വേണം? ബ്രേക്ക് ആണെങ്കിൽ ചാച്ച കാണിക്കാം, പെട്ടെന്ന് വിടണമെങ്കിൽ നമസ്തേ കാണിക്കാം. നോക്കട്ടെ, പെട്ടെന്ന് വിടണ്ടെന്നാണോ? ചില ആൾക്കാർ അത് പറ്റൂല, രണ്ടും കൂടെ നടക്കൂല, ഇതിൽ ഒരെണ്ണം. ഓക്കെ, പെട്ടെന്ന് വിടണ്ട. ഇത്ര ഇഷ്ടായോ മാം? നേരത്തെ വിടാം. നേരത്തെ വിട്ടാ പോരെ? ഹിബ എന്ത് പറയുന്നു? ഹിബയ്ക്ക് കൊടുക്കാൻ പണി. ഹിബ പറയുന്ന പോലെ ചെയ്യാം. ഹിബ ഇത് എന്നെയും കൊണ്ടേ പോവല്ലേ? യെസ്, ഹിബ പറഞ്ഞ എന്ത് ചെയ്യണം ഹിബ? സൗണ്ട് ഒന്നും കേൾക്കണില്ല. സൗണ്ട് വായിന്ന് വരാത്ത നീ പഠിച്ച് ഇപ്പൊ കേക്കണ്ട്. ശരിയാണ്, ഇപ്പോഴും ഇല്ലല്ലോ. ഹലോ കേക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായി. യെസ് ഹിബ പറഞ്ഞോളൂ, എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത്? ഇപ്പൊ പറയണം. അതാണ് ഹിബയുടെ ടീമിലുള്ള കുറെ പേരുണ്ട് ഇവിടെ. ചാച്ചാ നമസ്തേ. ഞാൻ പറഞ്ഞ ദൈവം ഇത് എന്താണിത്, ഇതിലും ഭേദം പോളായിരുന്നു. ഓക്കെ ഹിബ, നമുക്ക് പെട്ടെന്ന് വിട്ടാ പോരെ ഇന്ന്? എപ്പോ വിടണം? ഇപ്പൊ വിടണോ? ഇപ്പൊ വിടൂലട്ടാ, ഇപ്പൊ വിടൂലേ? ഓക്കെ, നമുക്ക് നോക്കാം, തീരുന്നനുസരിച്ച് വിടാം. നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് കൂടെ എടുക്കാനുള്ളൂ. അത് വെരി സിമ്പിൾ ആണ്. നമുക്ക് ആ ഒരു പോയിന്റിലോട്ട് പോവാം. റിപ്പോർട്ടഡ് സ്പീച്ച് ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ജാവനെ പോലെ സിമ്പിൾ ആണെന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. പക്ഷെ മനസ്സിലാക്കി പഠിക്കണം, അതാണ് കുറച്ച് പണിയുള്ള പണി. ഓക്കെ, ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് അതായത് നമ്മൾ പറഞ്ഞ കാര്യം കേട്ട ആള് മറ്റൊരാളോട് പോയി സംസാരിക്കുമ്പോൾ ഞാനും സാറും പറഞ്ഞ കാര്യം അത് സാറ് ശ്രാവണോട് പോയി പറഞ്ഞു കൊടുക്കണേനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാനും സാറും തമ്മിൽ കാര്യമായിട്ട് ശ്രാവണിന്റെ കുറ്റങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശ്രാവൺ. സാറിന് സഹിച്ചില്ല, അപ്പൊ സാർ എന്ത് ചെയ്തു, ശ്രാവണോട് പോയി പറഞ്ഞു കൊടുത്തു. ബെസ്റ്റ് ഫ്രണ്ട് ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ. റാൻഡംലി നമ്മൾ 2 പേര് സംസാരിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം 3-മതൊരാളോട് പോയി പറയുമ്പോഴാണ്. ഇത് 2-വേ കോൺവെർസേഷൻ ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹം 3-മതൊരാളോട് പോയി പറയുമ്പോഴാണ് അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആകുന്നത്. ടൈപ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. ഇനി ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ആക്ച്വൽ വേർഡ്സ്, ഒരാൾ പറഞ്ഞ ശരിക്കുമുള്ള വാക്കുകൾ, ആക്ച്വൽ വേർഡ്സ്, ആക്ച്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയ റിപ്പോർട്ട് ഓഫ് സംതിങ് ദാറ്റ് വാസ് സെഡ് ഓർ റിട്ടൺ റാദർ ദാൻ എക്സാക്ട് വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് ഓൾറെഡി പറഞ്ഞു വെച്ചൊരു കാര്യം മറ്റൊരാളോട് പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാളോട് നമ്മൾ സെയിം കാര്യം തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി റൂൾസ് ഓഫ് കൺവേർഷൻ.
ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. റൂൾസ് ഓഫ് കൺവേർഷൻ അറിയാത്തവരൊന്ന് ടാറ്റ കാണിച്ചേ. റൂൾസ് ഓഫ് കൺവേർഷൻ അങ്ങനത്തെ സംഭവം ഒന്നും എനിക്കറിയില്ല. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. സർ ഒന്ന് അടുത്ത സ്ക്രീൻ ഇട്ടെ. ഓക്കെ, റൂൾസ് ഓഫ് കൺവേർഷൻ അറിയണമെങ്കിൽ റേസ് ഹാൻഡ് ചെയ്ത്. റൂൾസ് ഓഫ് കൺവേർഷൻ അറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എനിക്കറിയില്ല എന്നാണെങ്കിൽ ശരിക്കും ജെന്യുവൻ ആയിട്ട് റേസ് ഹാൻഡ് ചെയ്യുക കേട്ടോ. ജെന്യുവൻലി റേസ് ഹാൻഡ് ചെയ്യുക, അല്ലാണ്ട് വെറുതെ റേസ് ഹാൻഡ് ചെയ്യാണ്ടിരുന്നിട്ട് അമ്പേ. ഓക്കെ, റേസ് ഹാൻഡ് ചെയ്യണ്ട, അറിയുന്നവരോട് ചോദിക്കണ്ടായിരുന്നല്ലോ നല്ലത്. ഓക്കെ, അത് സിമ്പിളാണ്. ഓക്കെ, ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കൺവേർഷൻ ഓഫ് ദിസ് റിപ്പോർട്ടഡ് സ്പീച്ച് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആ കൺവേർഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ കൺവേർഷൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അത്രേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇത് കൂടാണ്ട് കൺവേർഷൻസ് വരുന്നത് ഡേറ്റ് ആൻഡ് ടൈം. ഇപ്പം ഇതിലൊക്കെയാണ് നോക്കിയേ. ചേഞ്ച് ഓഫ് വേർഡ്സ്, ദിസ് ദാറ്റ് ആകും, ദീസ് ദോസ് ആകും, ഇറ്റ് തന്നെ ആയിരിക്കും, ഹിയർ ദെയർ ആകും, thus സോ ആകും, നൗ ജസ്റ്റ് ആകും, യെറ്റ് ടിൽ ദെൻ ആകും, കം ഗോ, അങ്ങനെ കുറച്ച് വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഇനിയുണ്ട് ടുഡേ ദാറ്റ് ഡേ ആകും, ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആകും, the day after tomorrow the day after the next day, yesterday the day before yesterday, the day before the previous day, tonight എന്താകും, that night ആകും, the next day എന്താകും, the following day ആകും, next week എന്താകും, the following week ആകും, the last night the night before. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ചേഞ്ചസ്, അതിപ്പോൾ നിങ്ങൾ പഠിച്ചേ പറ്റും. നിങ്ങളത് 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഇറ്റ് ഇസ് വെരി ഈസി. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ബിക്കോസ് ഈ കൺവേർഷൻസ് നമുക്ക് ബാക്കിയുള്ള രീതിയിൽ പഠിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ തന്നെ പഠിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ എന്തായാലും നോക്കിയേ പറ്റൂ, വേർഡ്സിന്റെ കൺവേർഷൻ. ബിക്കോസ് ഇവിടെ വേർഡ് കംപ്ലീറ്റ്ലി കൺവേർട്ട് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടെൻസിന്റെ കൺവേർഷൻ ആണ്. ബിക്കോസ് ഒരു സെന്റൻസ് പ്രോപ്പറായിട്ട് എഴുതണമെങ്കിൽ അതിന്റെ ടെൻസ് കൺവേർഷൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ടെൻസ് പറഞ്ഞു പോകുമ്പോഴും നമ്മൾ ഓരോ ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് പഠിച്ചു പോവാം. വേറെ ടെൻസ് എക്സ്ട്രാ ഇരുന്ന് പഠിക്കണ്ട. സിമ്പിൾ പ്രസന്റ് സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചാണ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V2 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇത് രണ്ടിന്റെയും എന്ത്? സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഡയറക്റ്റ് സ്പീച്ച് ഒരാളെ വിളിച്ചത് ജുവൽ. എന്താണ് ജുവലെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാല്? യെസ്, അത് തന്നെയാണ്. അതിപ്പോ ഞാനും ജുവൽ അല്ലെ സർ, ഞാനും ജുവലും തമ്മിൽ സംസാരിക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ സിമ്പിൾ പ്രസന്റിന് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് നോക്കാം. ഇപ്പൊ ഇതിൽ കൊടുത്തേക്കാണ് രാം സെഡ്, രാമ സെഡ്. കോമ ഉണ്ടാകും. ഡയറക്റ്റ് സ്പീച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുക. ഒരു കോമ കഴിഞ്ഞിട്ടായിരിക്കും ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദെൻ ദ കോൺവെർസേഷൻ സ്റ്റാർട്ട് ആസ് വെൽ. ഓക്കെ, രാം സെഡ് എന്താണ്? ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ പറഞ്ഞു ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നും ഓർക്കണ്ട, നമ്മൾക്ക് ആകെ കൺവേർട്ട് ചെയ്യേണ്ടത് ഈ V1നെ V2 ആക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. V1നെ V2 ആക്കാം. അപ്പൊ അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരാളെ വിളിച്ചേ. ഇത് സിമ്പിൾ സെന്റൻസ് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് പഠിക്കും. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് സെന്റൻസുകൾ യൂസ് ചെയ്യാം. യെസ്, ഒരാളെ വിളിച്ചേ സാർ. ഇസബൽ. ഇസബൽ ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് ഇസബലെ കംപ്ലീറ്റ്ലി ഒന്ന് കൺവേർട്ട് ചെയ്തേ. Ram said that he plays football. വെരി ഗുഡ്. പ്ലേസ് വരുമോ? അത്രയും വരെ പറ. ആ പ്ലേയിലാണ് കിടക്കുന്നത്. ഈ V2 ഫോം എന്ന് പറഞ്ഞാല് പാസ്റ്റ് ഫോം ആണ്. പ്ലേന്റെ പാസ്റ്റ് ഫോം എന്താണ്? പ്ലേഡ്. അപ്പൊ ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. Ram said that he played football. വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞില്ലേ? അപ്പൊ കൺവേർഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡൗട്ട് ഇല്ല, പ്ലേസ് ആണോ ഇനി പ്ലേ തന്നെയാണോ? അപ്പൊ അതാണ് കൺവേർഷൻസ് പ്രോപ്പർ ആക്കി മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ അസ് ടു ക്രാക്ക് ദിസ് റിപ്പോർട്ടഡ് സ്പീച്ച്. അതിന് വലിയ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരില്ല.
അപ്പൊ നമുക്ക് എഴുതാം രാമ സെഡ് ദാറ്റ് ഐ എന്താകും? ഐ അപ്പൊ കറക്റ്റ് അപ്രോപ്രിയേറ്റ് പ്രോനൗൺ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എന്താണ്? ഹീ പ്ലേഡ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഫസ്റ്റത്തെ കൺവേർഷൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇവിടെ വെറുതെ ക്യാൻ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വെറുതെ ക്യാൻ ഒന്നും ചേർക്കരുത്. ഡയറക്റ്റ് കൺവേർഷൻസ് ആണ്. ഇപ്പൊ നോക്കി ഇവിടെ ഇപ്പൊ ഇതില് ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു കാര്യം എടുത്തേക്കാണ്. രാം സെഡ് ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ക്യാൻ ചേർക്കണം. അല്ലാണ്ട് വെറുതെ തന്നിഷ്ടത്തിന് കയറി നമ്മൾ എന്ത് ചേർക്കരുത്? അവിടെ ക്യാൻ ചേർക്കാൻ നിൽക്കരുത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആകെ മാറുന്ന എന്താണ്? സെന്റൻസിന്റെ സ്ട്രക്ചർ മാറും, ഇൻവേർട്ടഡ് കോമ മാറും, ഈ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോമയും മാറും. ബാക്കി എല്ലാവരും അവിടെ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ആ വെർബിന്റെ ഫോമും നമ്മൾ മാറ്റണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതാണ്. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പുതിയൊരു വേർഡ് നിങ്ങൾക്ക് അവിടെ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. തെറ്റാണ്. ഒരിക്കലും ഇപ്പൊ ഒരു കമന്റ് കണ്ടതാണ്, രാം സെഡ് ദാറ്റ് ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ. ദാറ്റ് ഇസ് റോങ്. അട്ടർലി റോങ് ആണത്. ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരു വാക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടുഡേ എന്നുള്ളൊരു വാക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഡേ എന്ന് നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ല വേർഡിനെ കൺവേർട്ട് ചെയ്യണം. അത് റൂളാണ്. വേർഡിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു വാക്ക് അവിടെ എഴുതണം. അത് റൂള് പ്രകാരം അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇഷ്ടത്തിന് ഇപ്പൊ ക്യാൻ, കുഡ്, വില്ല്, വുഡ് അതൊന്നും നിങ്ങൾ ചേർക്കരുത്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറുന്നു. സിമ്പിൾ ആണ്, നോക്കാം കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് വെർബിന്റെ V1 ഫോമിന്റെ കൂടെ ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല, സെന്റൻസ് ഫോർമുല. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ ഉണ്ടാകും, പ്ലസ് വെർബിന്റെ V1 ഫോമിന്റെ കൂടെ ING ഉണ്ടാകും, പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടാകും. ഓക്കെ, പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് എടുക്കാം. ഒരു സിമ്പിൾ സെന്റൻസ് പറഞ്ഞേ. ഒരു സിമ്പിൾ സെന്റൻസ്, ബുദ്ധിമുട്ടുള്ളതല്ല, പക്ഷെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം സെന്റൻസ്. യെസ്, ഒരാളെ വിളിച്ചത് സർ. ജാക്യൂസ്. നമുക്ക് രാമൻ എടുക്കാൻ കാരണം വേറൊന്നല്ല, രാമിന്റെ സിമ്പിൾ സ്പെല്ലിംഗ് ആയതുകൊണ്ടാണ് രാം എടുക്കുന്നത്. യെസ്, ജാക്യൂസ് പറഞ്ഞോളൂ. രാം സെഡ്. എന്താണ് രാം പറഞ്ഞത്? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ. രാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. Ram said he was going out. He was going out പറയല്ലേ നമ്മള്. മനസ്സിലായല്ലോ ഉദ്ദേശം? തെറ്റ് മനസ്സിലായില്ലേ നീ പറഞ്ഞത്? യെസ്, ഗുഡ്. പറഞ്ഞോ. Ram said he is going out. He is going out. Okay, he is. അല്ലെങ്കിൽ രാം പറയുന്ന എന്താണ്? രാം പറയോ he is going out എന്ന്? രാം പറയോ? എന്ത് പറയും? I am. Yes, very good. I am going out എന്ന് രാം പറഞ്ഞു. Going out. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും വരാം? യെസ്, രാം സെഡ്. ഇനി അടുത്ത ഡയറക്റ്റ് സ്പീച്ച് ആക്കിയതിന്, സോറി ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയ രാം സെഡ് ദാറ്റ്. ഇനി ബാക്കി പറഞ്ഞ. യെസ്, അടുത്തുള്ള വിളിച്ച സർ. ഫിയ പറഞ്ഞോളൂ. രാം സെഡ് ദാറ്റ്. എന്തായിരിക്കും ഫിയ വരാ? Ram said that he was going out. Very good. Ram said that he was going out. He was going out. കൺവേർഷൻസ് പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈസി ആയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്താ കാണിച്ചേ? അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ സെന്റൻസ് സ്ട്രക്ചർ. മനസ്സിലാക്കിയാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് ടു കൺവേർട്ട്. അതുകൊണ്ടാണ് കുത്തിയിരുന്നത് പഠിക്കാൻ പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, പ്ലേഡ് കളിച്ചു, ബട്ട് പ്ലേ കളിക്കും. വിളിച്ച സർ മനസ്സിലായില്ല എനിക്ക്. ആയിഷ തന്നെയാണോ? ആയിഷ പറഞ്ഞോളൂ. ശരിയാണ്, മൈക്ക് യൂസ് ചെയ്യണ കാരണല്ലേ. യെസ്, ആയിഷ പറഞ്ഞോളൂ. പ്ലേഡ് പറയുമ്പോൾ കളിച്ചു വരുന്നില്ല. പ്ലേഡ് പറയുമ്പോൾ കളിക്കും അവൻ കളിക്കുന്നു എന്ന് പറയണത് പ്ലേയിങ് ആണ്. അവൻ കളിക്കുന്നു എന്ന് പറയുന്നത് പ്ലേയിങ് ആണ് അല്ലേ? ഇപ്പോ ആയിഷയും ഞാനും പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറയും?
അപ്പൊ നമ്മൾ കളിക്കുന്നു അല്ലേ, ആയിഷയും പാർവതിയും പാർക്കിൽ കളിക്കുന്നു എന്നായിരിക്കും ആകാശ് സാർ പറയാ അല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിന്റെ, അതായത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. വി ആർ ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കും. അപ്പൊ എപ്പോഴും പ്ലേയിങ് ആയിരിക്കും കളിക്കുന്നു എന്ന് വരാം. അല്ല കളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്ലേയിങ് ആണ്. പ്ലേ എന്ന് പറഞ്ഞാൽ കളിച്ചു അല്ല, കളി, അതാണ് പ്ലേ, ബേസ് ഫോം. ഓക്കെ Okay, fine. ഓക്കെ ഡൺ. യെസ് ഓക്കെ സാർ, ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടൊന്ന് മാറ്റോ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ വരാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സോറി, എൻ്റെ തൊണ്ട കുറച്ച് വേദന എടുത്താൽ ഞാൻ പോയതാണ് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി. ഓക്കെ അപ്പൊ ഇത് ക്ലിയർ അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ഇനി നമുക്ക് അടുത്ത കൺവേർഷൻ നോക്കാം. ഓക്കെ ഇനി പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുന്നു. ഒരു പ്രസന്റ് പെർഫെക്റ്റ്, സോറി നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് നോക്കാം. സബ്ജക്റ്റ് ഉണ്ടാകും പ്ലസ് ഹാസ് ഓർ ഹാവ് ഉണ്ടാകും. ആ ഹാസ് ഓർ ഹാവിന്റെ കൂടെ നമ്മൾ എന്താണ്, വെർബിന്റെ പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ ഏത് ഫോമാണ്? യെസ് ഒരാളെ വിളിച്ചത് പെർഫെക്റ്റ് ടെൻസിൽ. യെസ് സർ, 4th റോ 4ാമത്തെ ആൾക്കാരെ വിളിച്ചോ, രണ്ടുപേരും വിളിച്ചോ. എനിക്ക് ഇന്നലെ ഗുഡ് ഈവനിങ്. എനിക്ക് ഇന്നലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല രണ്ടുപേരായിട്ട്. പക്ഷെ എനിക്ക് ഇന്നലെ മറ്റേത് ഇഷ്ടമായി. 3ാമത്തെ ഓപ്ഷൻ കാണിച്ചപ്പോ അനാമിക കൈ താഴ്ത്തിച്ചില്ലേ. യെസ് അപ്പൊ അനാമിക പറഞ്ഞോ. ആ അത് കറക്റ്റ് ആണ്. ഏത് ഫോമാണ് വെർബിന്റെ? പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ എന്താണ്? V3 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോ ഇനി അർജുൻ പറഞ്ഞടാ, സബ്ജക്റ്റ് പ്ലസ് എന്തായിരിക്കും വരാ? ഹാസ് ഓർ ഹാവിന് പകരം പാസ്റ്റിൽ എന്തായിരിക്കും വരാ? ഒന്ന് ഓർത്ത് നോക്ക്. ഹാഡ്. യെസ് വെരി ഗുഡ്, ഹാഡ് തന്നെ ആയിരിക്കും വരാ. ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാസ് നമ്മൾ ചെയ്യുന്നത് സിംഗുലറിന് വേണ്ടിയാണ്, ഹാവ് നമ്മൾ ചെയ്യുന്നത് പ്ലൂരലിന് വേണ്ടിയാണ്. നമ്മൾ ഹാവ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. നോക്കിയേ, ഇവിടെ നമുക്ക് അടുത്ത് എഴുതാം രാം, വേണ്ട ആളെ മാറ്റാം. പൂജ അല്ല വേണ്ട, പ്രിയ വേണ്ട, റിയ. ഓക്കെ റിയ, റിയ സെഡ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഒരാളെ വിളിച്ചോ. എന്തോ ലബീബ്. ലബീബ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ ഇൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ ലബീബേ. ആ പറഞ്ഞോളൂ ലബീബ്. റിയാസ് എയ്താ, അത് വേറൊരു പേരായി. റിയാസ് സെഡ് ആണ്, റിയാസ് എയ്തെന്ന് പറഞ്ഞോ. റിയാസ് സെഡ്. ഇതിൽ വേണേ, ഈ ഒരു പ്രോസസ്സിൽ വേണേ, ഈ ഒരു ടേമിൽ വേണം. ഓക്കെ നീ വിളിച്ചില്ലെന്നൊക്കെ പറയണ്ടല്ലോ ഇവിടെ ആരോ. നീ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. നിന്നെ പറ്റിയാണോ കംപ്ലൈന്റ് പോണത് പാരന്റ്സിന്റെ അടുത്തേക്ക്? അതിന്റെ കൂടെ നമ്മൾ ഹാസ് ചേർക്കില്ല, അതിന്റെ കൂടെ നമ്മൾ ഹാവ് ചേർക്കുള്ളൂ. ഐ ഹാവ്, ബാക്കി പറഞ്ഞേ. V3 ഫോം ആണ്. വർക്ക്ഡ്. ഐ ഹാവ് വർക്ക്ഡ്. ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഇത്രയും മതി എൻ്റെ പൊന്നെ, ഞങ്ങൾക്ക് അതാ പറയണ്. ഓക്കെ അനിയത്തിനെ നോക്കി ഇക്കാക്കാന്റെ വാതിലിലെ ചാരി ഇന്നേന് അമ്മ എന്തോ പറഞ്ഞു ആ കുട്ടീനെ. നീയാണോ ഇക്കാക്ക? നീ കംപ്ലൈന്റ് കൊടുത്തോ അപ്പൊ കുട്ടി ചാരിന്നേന്? അവൻ എന്താ പറയണത് അനിയത്തി? നീ കേട്ടില്ലേ? ഞങ്ങള് കേട്ടു ഇവിടെന്ന്. ഞാൻ ഇക്കാക്കാന്റെ വാതിൽ ചാരി നിന്നില്ല ഉമ്മാന്നാ പറഞ്ഞത്. ഓക്കെ യെസ്. അപ്പൊ ഇനി അടുത്ത ആൾ വിളിച്ചോളൂ സർ. റിയ സെഡ്. റിയ സെഡ് ദാറ്റ്. എന്തായിരിക്കും റിയ പറഞ്ഞിട്ടുണ്ടാവാ? അശ്വതി. അശ്വതി പറഞ്ഞോളൂ.
Ria said that she had worked hard. She had worked hard. വെരി ഗുഡ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു സെന്റൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, യെസ് ഇത് സെന്റൻസ് ഇന്ന ടെൻസിലാണ്, അപ്പോൾ ഇന്ന ടെൻസിലോട്ടാണ് മാറണേന്നുള്ള ഒരു നോളജ് നിങ്ങൾക്ക് വേണം. അങ്ങനത്തെ ഒരു നോളജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. സോ സെന്റൻസ്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സെന്റൻസിന്റെ സ്ട്രക്ചർ എഴുതി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ട്രക്ചർ അനുസരിച്ച്, ആ സ്ട്രക്ചർ എങ്കിലും നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. പിന്നെ സ്ട്രക്ചർ എന്നതിലോട്ടാണ് മാറണേന്ന് പിന്നെ പഠിച്ചാലും മതി. ഓക്കെ, ലാസ്റ്റ് വൺ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ഉണ്ട്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബിന്റെ കൂടെ ing ചേർക്കാം, പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ അപ്പൊ എന്തായിരിക്കും? മിസ് ഒരാളെ വിളിച്ചേ സർ. ഇതിൽ നിങ്ങൾക്കറിയാം വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആകെ ഒരു ബീൻ എന്ന് പറയുന്ന എക്സ്ട്രാ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഹാസ് ഓർ ഹാവിന് പകരം യെസ് വിഷ്ണു എന്ത് ചേർക്കണം? വിഷ്ണു എടാ, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെയായിരിക്കും എഴുതുക. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ എഴുതും? had plus been, yes, very good, plus V1 plus ing plus object, very good. Okay, subject plus had plus been plus verbന്റെ കൂടെ ing plus object. Okay, അപ്പോൾ yes, ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. ഫാത്തിമ ഷിഫാന. റിയ സെഡ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഷിഫാനെ. Ria said, I have been studying since yesterday. ഓഫ്, അപ്പൊ ഇന്നലെ പഠിച്ചില്ല അല്ലേ? നിന്റെ സ്റ്റേറ്റ്മെന്റിൽ നീ പറഞ്ഞത് സിൻസ് മോർണിംഗ്. ഓക്കെ ഫൈൻ, മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആളെ വിളിച്ച് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇത് കറക്റ്റ് കൺവേർഷൻ ആണ് നമ്മൾ ചെയ്ത് പോണത്. യെസ്, അടുത്ത ആളെ വിളിച്ച നവമി പറഞ്ഞോളൂ. റിയ സെറ്റ്. Yes, Riya said. She had been studying since morning. Yes, she had been studying since morning. Clear ആണോ? ഇത് പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ V3 എന്താ വരാത്തത്? ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ടെൻസിലാണ്. ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ V3 ഉണ്ടാവുള്ളൂ. ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പെർഫെക്റ്റ് അല്ല, ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതാണ് പെർഫെക്റ്റ് ടെൻസ്. ഓൺലി പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ 3 പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ V3 യൂസ് ചെയ്യുള്ളൂ. V2 യൂസ് ചെയ്ത ഇതിലാണ്. നമ്മളിപ്പോൾ V2നെ പറ്റി പഠിച്ചു, ഓർത്ത് നോക്കി. V2 നമ്മൾ യൂസ് ചെയ്ത ഇതിലാണ്. ആര് പറയും? V2 നമ്മൾ യൂസ് ചെയ്ത ഇതിലാണ്. യെസ്, ഒരാളെ വിളിച്ച സർ. ഫാത്തിമ. V2 നമ്മൾ യൂസ് ചെയ്തതിലാണ് ഫാത്തിമെ. ഒരെണ്ണത്തിൽ മാത്രമേ നമ്മൾ ഇത്രയും നേരമായിട്ട് V2 യൂസ് ചെയ്തുള്ളൂ. ബാക്കി ഇതിലും V1 V3 അതൊക്കെയാണ് യൂസ് ചെയ്തത്. യെസ്, വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ നമ്മൾ V2 യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നിലും നമ്മൾ V2 യൂസ് ചെയ്യുന്നില്ല. പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ V3 യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നിലും V3 യൂസ് ചെയ്യുന്നില്ല. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ വെർബിന്റെ ing ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇനി അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കാം. നോക്കി, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതെല്ലാം ചേഞ്ച് ആവുന്നത് എന്തിലേക്കാണ്? എല്ലാനും ഇതിന്റെ പാസ്റ്റ് കോൺജുഗേറ്റിലേക്കാണ് ഇതെല്ലാനും ചേഞ്ച് ആകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകിച്ചിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ പാസ്റ്റിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് പാസ്റ്റിനെ ചേഞ്ച് ആകുന്നത് വേറെ പാസ്റ്റിലേക്കാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റിന് കോൺജുഗേറ്റ് ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റിലോട്ട് ചേഞ്ച് ആകുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് ചേഞ്ച് ആകുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ
പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ചേഞ്ച് ആകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, സോറി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് അത് മാറുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. അപ്പൊ അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനിയാണ് കുറച്ച് പണിപ്പെടാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ചേഞ്ച് ആകുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ്. ഇനി ഞാൻ സ്റ്റേറ്റ്മെന്റുകളുടെ ഓർഡർ പറഞ്ഞു തരില്ല, ഇനി നിങ്ങളാണത് പറഞ്ഞു തരേണ്ടത്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സെക്ഷൻ, അതായത് പ്രസന്റിന്റെ ചേഞ്ച് ആയപ്പോൾ നമ്മൾ രണ്ടും നോക്കി. സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് നോക്കി, സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് നോക്കി. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞ ഒരു സെക്ഷനിൽ. ഇനി ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. യെസ്, ആദ്യത്തെ വിളിച്ചോളൂ സർ. സിമ്പിൾ പാസ്റ്റ് എന്താണ്? യെസ്, വിളിച്ചോളൂ സർ. ദേവിക, എന്താണ് ദേവിക സിമ്പിൾ പാസ്റ്റിന്റെ സെന്റൻസ് സ്ട്രക്ചർ എന്താണ് ദേവിക? വെരി ഗുഡ്. ഇനി അടുത്ത ആൾ വിളിച്ചോളൂ സർ. വെരി നൈസ്. മാളവിക, അടുത്ത പറഞ്ഞേ മാളവിക. പാസ്റ്റ് പെർഫെക്റ്റിന്റെ യെസ് പറഞ്ഞോ. വെരി ഗുഡ്. പ്ലസ് ഒബ്ജക്റ്റ്. ഇനി അടുത്ത ആൾ വിളിച്ചോ സർ. ആ, എഡ്വിൻ. എൻവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഷീ സെഡ് പറഞ്ഞേ. She said, I ate food. Okay. I ate food. Okay. ഇനി ഇതിന്റെ ചേഞ്ച് ചെയ്യാം. അടുത്ത വിളിച്ചേ സർ. ഫെർണാൻഡോ പറഞ്ഞ ഇതിന്റെ ചേഞ്ച് എന്തായിരിക്കും വരാ? ഹലോ. നമ്മൾ ഇത്രയും നേരമായിട്ട് ചേഞ്ചസ് പഠിച്ചു, അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയണ്ട. ട്രൈ ചെയ്ത് നോക്കി. വെരി ഗുഡ്. ഐ എന്തായി മാറും? റിയക്ക് പറ്റിയ ഒരു പ്രോണൗൺ പറഞ്ഞേ. ഹിയ. ആ, ഷീ. ഇനി ഫോക്കസ് ചെയ്, കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇങ്ങനെയാണ് മാറ്റേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഇങ്ങനെ മാറ്റണം. അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യണം ഒന്ന് നോക്കിയേ. കറക്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. ഷീ വരെ കറക്റ്റ് ആണ്. ഇതുവരെ കിട്ടി. അടുത്ത് ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഷീ ഹാഡ്. V3 ഫോം പറഞ്ഞേ. ഈറ്റിന്റെ V3 ഫോം പറഞ്ഞേ. ഈറ്റ്, എയ്റ്റ്. അടുത്ത എന്താണ്? എന്തുട്ടാ അതറിയില്ല. സോറി. എന്താണ് പറയൂ. ഫെർണാൻഡോയ്ക്ക് അനിയനാണോ അനിയത്തിയാണോ ഉള്ളത്? 8th ക്ലാസ്സിലാണോ അതോ 7th-ലാണോ? ഓക്കെ, പറഞ്ഞ പെട്ടെന്ന് നീ ഇടി കിട്ടും. അല്ലെങ്കിൽ ഈറ്റ്, എയ്റ്റ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റടാ. ഈറ്റ് അതാണ് അവൻ പറയണത്. ഈറ്റ്, എയ്റ്റ്, ഈറ്റടാന്ന്. എടാ ഈറ്റൺ. ഓക്കെ, എല്ലാത്തിനും ഇ ഡി ഫോം ഉണ്ടാവില്ല. ഈറ്റടാന്ന്. എന്തൊരു സ്നേഹം. എനിക്ക് ഈറ്റടാ, ഈറ്റ്. നമ്മളിതിപ്പോ നൈസ്, എനിക്കിഷ്ടായി. ഫ്രാൻസിസ് അല്ല ഫെർണാൻഡോ. ഓക്കെ, യെസ്. അപ്പോ ഇല്ല, ഫെർണാൻഡോ കളയല്ലേ, അവൻ തന്നെ പിടിച്ചോ. അല്ല വേണ്ട, ഇപ്പൊ ബാക്ക് സർ പിൻ ചെയ്ത് വെച്ചെടുത്തിപ്പോ അതാ കത്ര കുട്ടീനെ വിളിച്ച്. ആ, കത്രക സൈഡിൽ ഒളിപ്പിച്ച് ചോദിച്ചാൽ കാണൂലെന്ന് വിചാരിച്ചോ. പറഞ്ഞോ. ഷീ ഹാഡ് ഈറ്റൺ വരെ ഫെർണാൻഡോ പറഞ്ഞു. ഇനി എന്തായിരിക്കും? ഈറ്റൺ ഫുഡ് അല്ലെങ്കിൽ ഈറ്റൺ ദി ഫുഡ്. അപ്പൊ അത് ഓക്കെ അല്ലേ? കൺവേർഷൻ മനസ്സിലാക്കി. കൺവേർഷൻസിൽ ഈ ടെൻസസിന്റെ കൺവേർഷൻ മനസ്സിലാക്കിയ തന്നെ പകുതി പണി തീർന്നു. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് തന്നെയാണ് ചേഞ്ച് ആകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. രാമു സെഡ്. ഓക്കെ, ഐ വർക്ക്ഡ്. I have worked hard
for my exams. ഇനി ഒന്ന് പറഞ്ഞേ, അപ്പോൾ ഇതിന്റെ കൺവേർഷൻ എന്തായിരിക്കും? പെർഫെക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞാലാണ് അത് വീണ്ടും അതിന്റെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് എഴുതാത്തത്. യെസ് പറഞ്ഞോളൂ സർ, വിളിച്ചോളൂ സർ. എഡ്വേർഡ്, ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് കൺവേർഷൻ ആണ്. എഡ്വേർഡ് തെറ്റിക്കാൻ പാടില്ല. അപ്പൊ എഡ്വേർഡ് പറഞ്ഞോ, ഒന്നുമില്ല. ബിക്കോസ് നോക്കിയേ, ഈ സാധനം പാസ്റ്റ് പെർഫെക്റ്റ് ചേഞ്ച് ആകുന്നതിലേക്ക് തന്നെയാണ് എഡ്വേർഡ്. പാസ്റ്റ് പെർഫെക്റ്റിലോട് തന്നെയാണ്. അപ്പൊ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവോ? സോറി, ഐ ഹാഡ് ആണ് ട്ടാ, റിയലി സോറി. ഹാവ് അല്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. പ്രസന്റിൽ ഇരിക്കുകയാണ് എപ്പോഴും. യെസ് പറഞ്ഞോ. രാമു സെൻ. രാമു സെൻ. He had worked hard for his exam. വെരി ഗുഡ്. ഹിസ് എക്സാം. അപ്പോൾ മൈ എന്ന് പറയുന്ന വേർഡ് മാറിയത് കണ്ടില്ലേ? അയ്യോ മാറിപ്പോയി. മൈ എന്ന് പറയുന്ന വേർഡ് മാറിയത് ഹിസ്സിലോട്ടാണ്. ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, യെസ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, അടുത്ത ഒരാൾ വിളിച്ച സർ, പാസ്റ്റ് പെർഫെക്റ്റിന്റെ സെന്റൻസ് ഫോർമേഷൻ എങ്ങനെയാണ്, അല്ലെ സ്റ്റേറ്റ്മെന്റ് ഫോർമേഷൻ എങ്ങനെയാണ്? യെസ് അശ്വിൻ. യെസ് അശ്വിൻ പറഞ്ഞേ, പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് എന്താണ്? സെന്റൻസ് ഫോർമാറ്റ് പ്ലസ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ എന്തുണ്ടാവും അശ്വിൻ? ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് എന്നുള്ളൊരു വാക്ക് വന്നാൽ വെർബിന്റെ കൂടെ ഈ 3 ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. എന്താണ് ആ 3 ലെറ്റേഴ്സ്? യെസ്, വെർബിന്റെ കൂടെ ING ഉണ്ട്. ഓക്കെ, വെർബിന്റെ V1 ഫോം ആണ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ ചേർക്കേണ്ടത് എന്താണ്? അത് മാത്രം പറഞ്ഞാൽ മതി. ഹാഡ് ഒക്കെ വരുന്നത് പെർഫെക്റ്റിലാണ്. പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഹാഡ് വരുന്നത്. ഇത് കണ്ടിന്യൂസ് മാത്രമാണ്, കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ എന്താണ്? വേറെ 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 പാസ്റ്റിന്റെ വാക്കുകൾ ചിന്തിച്ചു നോക്കിയേ. വാസ്, ഒരെണ്ണം കൂടെ വാസ്. വേർ. ഓക്കെ അശ്വിൻ, ഹാഡ് വരുന്നത് പെർഫെക്റ്റ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ആണ്. പക്ഷെ വാസ് ഓർ വേർ കണ്ടിന്യൂസിൽ മാത്രമേ വരുള്ളൂ. ഇനി അടുത്തൊരാളെ വിളിച്ചു സർ. അടുത്തതിന്റെ സെന്റൻസ് സ്ട്രക്ചർ പറഞ്ഞ സബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. യെസ് പറഞ്ഞോളൂ, വിളിച്ചോളൂ സർ. പ്രജ്വൽ. പ്രജ്വൽ പറഞ്ഞേടാ, സബ്ജക്റ്റ് പ്ലസ് വെരി ഗുഡ്. കണ്ടിന്യൂസ് വന്നു, അപ്പൊ വെർബിനോട് എന്താ ആഡ് ചെയ്യണം? യെസ് വെരി ഗുഡ്, ING ആഡ് ചെയ്യണം പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. യെസ്, അത്രയും മനസ്സിലാക്കാം. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. മിസ്റ്റർ ആളെ വിളിച്ച സർ, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഡൊമിനിക് സാവിയോ ആണോ? വെറുതെ. യെസ് ഡൊമിനിക്. സെഡ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ, പാസ്റ്റിൽ നടന്നൊരു സ്റ്റേറ്റ്മെന്റ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പെർഫെക്റ്റിലോട്ട് മാറ്റുന്നത്. പ്രസന്റ് ടെൻസിലാണ് പ്ലൂറൽ. എല്ലാത്തിലും അതിന് പ്ലൂറൽ ആക്കണ്ട. ഓക്കെ, വേറെ നമ്മൾ പറയില്ല. വാസ് അല്ലേ പറയുള്ളൂ. വാസ് സ്റ്റഡിയിങ് ഇൻ, വാസ് കമ്മിങ് ഫ്രം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സർ I was studying tenses. ഓക്കെ, അപ്പോ ഇനി സർ മുകളിൽ തല വിളിച്ചോളൂ. നിഷിത ഇപ്പൊ എന്നോടാണോ സംസാരിച്ചത്, വേറെ ആരോടാണോ സംസാരിച്ചത്? നിഷിത ഒറ്റയ്ക്ക് സംസാരിക്കണ്ടായിരുന്നില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. യെസ്, അപ്പൊ പറഞ്ഞോളൂ. ഡൊമിനിക് സെഡ് ദാറ്റ്. ബാക്കി എന്താണ് വരാ? ഇതുപോലെ ആക്കിയ സെന്റൻസിനെ. He had been studying tenses. Very good. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഇനി അടുത്തത് ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ചേഞ്ച് ആകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് തന്നെയാണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചേഞ്ച് ആകുന്നത് പാസ്റ്റ്
പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലിക്ക് തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. പാസ്റ്റ് പെർഫെക്റ്റ് ചേഞ്ച് ആവുന്ന എന്തിലേക്കാണ്? യെസ് ഒരാളെ വിളിച്ചത് സർ. പാസ്റ്റ് പെർഫെക്റ്റ് ചേഞ്ച് ആവുന്ന എന്തിലേക്കാണ്? സിനാൻ. പാസ്റ്റ് പെർഫെക്റ്റ് സിനാൻ എന്തിലേക്കാണ് ചേഞ്ച് ആവണേ? പറഞ്ഞോ. ഇത് ഇവനിങ്ങനെയാണോ അത് എന്നോടാണോ ഇങ്ങനെ? പക്ഷെ ഇതിന്റെ ആവശ്യമില്ലേ? ഇതായിരുന്നു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. എന്നോടല്ല ദേഷ്യം ഉണ്ടോ സിനാന്? അയ്യോ അത് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി ആ ഒരു ടോൺ. താങ്ക്സ്. നിർത്ത് സർ. യെസ് സിനാനെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്തിലേക്ക് ചേഞ്ച് ആവും നമ്മൾ പഠിച്ചത്? ആ ഭാഗ്യം, ഞാനപ്പോ ശരിയെന്ന് പറയാണ്ടിരുന്നത്. വെറുതെ ഇട്ടോക്കിയതാണല്ലേ, ശ്രദ്ധിക്കണില്ലേ? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്തിലേക്കാ ചേഞ്ച് ആവണേ? യെസ് അടുത്തുള്ള വിളിച്ചത് സർ. നിനക്ക് തരാ. യെസ് ആദിത്യ. പാസ്റ്റ് പെർഫെക്റ്റ് എന്തിലേക്കാണ് ആദിത്യ ചേഞ്ച് ആവണേ എന്ന് പറഞ്ഞു കൊടുത്തേടാ. മിസ് എന്താ മിസ് എന്നോ? നമ്മളിപ്പോ ഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഡെലിവർ ചെയ്യണമെങ്കിൽ അത് എന്ത് ടെൻസിലേക്കായിരിക്കും പിന്നെ ചേഞ്ച് ആവാം? യെസ് വെരി ഗുഡ്, ഭാഗ്യം. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് തന്നെയാണ് അത് ചേഞ്ച് ആകുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിലേക്കും അത് ചേഞ്ച് ആവില്ല. അപ്പൊ പെർഫെക്റ്റിന്റെ ഗ്രൂപ്പിൽ ഈ രണ്ടെണ്ണം, അതായത് അവസാനത്തെ രണ്ടെണ്ണം പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ശരിക്കും നോ ചേഞ്ച്, അതിന് ചേഞ്ചേ ഇല്ല. വേർഡുകൾ ചേഞ്ച് ആകും, ടൈം പ്ലേസ് അതൊക്കെ ചേഞ്ച് ആകും, അതിന്റെ വേർഡ് ഫോർമേഷൻസ് ചേഞ്ച് ആകും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിന്റെ ടെൻസിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? നമസ്തേ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് നമസ്തേ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ അപ്പൊ നാളെ 3 മണിക്കൂറില്ലേ നമുക്ക്? ഓക്കെ യെസ്, നാളെ 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറിൽ ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ ഡാറ്റ അനുസരിച്ച്? തുടക്കത്തിൽ റിപ്പോർട്ടഡ് സ്പീച്ച് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നിർത്താം, മതിയോ? എന്തായാലും ബ്രേക്ക് തന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ടെൻസുകൾ നോക്കി. ടെൻസുകൾ ആക്ച്വലി റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ കൂടെയാണ് നമ്മൾ നോക്കിയത്. ടെൻസസ് നോക്കി, അതുപോലെ തന്നെ നമ്മൾ എന്ത് നോക്കി? യെസ്, ടെൻസ് നോക്കി, റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കി, ഡിറ്റർമിനേഴ്സ്, മൊഡാൽസ്, പിന്നെ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ അറേഞ്ച് ചെയ്തു, ലെറ്ററിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ജസ്റ്റ് പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക, വേറൊന്നും നമ്മൾ ചെയ്യില്ല. ഓക്കെ? പിന്നെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിപ്പോൾ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ സ്ലൈഡിൽ അത് ഉണ്ടാകും. ഞാൻ നിങ്ങൾക്കത് ഫാത്തിമയെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ? അതന്നെ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഫാത്തിമ. ഓക്കെ, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.